ഞാനൊരു വലിയ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് പോയി ദൃശ്യമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു സ്വീകാര്യത കിട്ടുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നാണല്ലോ ഞാൻ വരുന്നത്. അദ്ദേഹം മോളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇത്ര അറിയേണ്ടല്ലോ ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. നമ്മളൊരു സാധനത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഫുൾ ഓഫ് നമ്മളെ ഉള്ളിൽ നെഗറ്റീവ് അടിച്ച് കയറ്റിയിട്ട് അല്ല അത് എനിക്കിത് കേട്ടിട്ട് എനിക്ക് തന്നെ അപമാനിതനാവുക എന്ന് പറയുന്ന സാധനം നമ്മളുടെ ക്യാരക്ടറിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാധനം. അത് ഭയങ്കരമായിട്ട് നമ്മളെ അടിക്കുന്ന ഒരു സാധനം. ഇതെന്ന് പറഞ്ഞാല് തുണ്ട് പുസ്തകത്തിലുള്ള പോലത്തെ വളരെ വൾഗറായിട്ടുള്ള വേർഡ്സ് ആണ്. ഒരിക്കലും ഒരു പെൺകുട്ടി എഴുതൂല. ആ രണ്ടാമത്തെ സംഭവമാണ് അനീഷിനെ ഏറ്റവും വേട്ടയാടിയത്. അല്ലേ കയ്യിൽ അവിടെ ഒരു ചെറിയ അടി കിട്ടുന്ന പോലെയല്ല തലക്കടി കിട്ടിയാല് അതുള്ളൂ സാർ. ഈ ഫീൽഡ് അങ്ങനെയൊക്കെയാണ്. ഇവിടെ കുറെ കോംപ്ലക്സുകൾ ഉള്ള ആൾക്കാരുണ്ട്, ഈഗോയിസ്റ്റുകളുണ്ട്. നിങ്ങള് മറ്റേ എന്റർടൈൻമെന്റ് ഇന്റർവ്യൂവിൽ നിന്ന് മാറിയ കുറച്ച് ഷോക ഇന്റർവ്യൂ ആയി പോയെന്ന് മാത്രം അല്ല. നമസ്കാരം. ഒറ്റപ്പാലത്ത് തന്നെയാണ് കേട്ടോ. ഒറ്റപ്പാലത്ത് ലൊക്കേഷനിൽ തന്നെയാണ് ജാഫർ ഇടുക്കിയും ഇന്ദ്രൻസേട്ടും പ്രധാന വേഷം ചെയ്യുന്ന സിനിമയുടെ ലൊക്കേഷനിൽ മറ്റൊരു കലാകാരൻ അനീഷ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾ കുറേ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആയി അനീഷിനെ കണ്ടിട്ട്. അനീഷ് നമസ്കാരം. പറഞ്ഞാൽ നമ്മൾ കുറേ ആയി കണ്ടു. കുറേ ആയി അല്ലേ? എവിടെയായിരുന്നു? ഞാനിതാ ഇവിടെ തന്നെ ഉണ്ട്. ഇതപ്പോൾ ലാസ്റ്റ് ശേഷം മൈക്കിൾ ഫാത്തിമയായിരുന്നു റിലീസ് ചെയ്തത്. കല്യാണിൻ്റെ ബ്രദറായിരുന്നു. അത് കഴിഞ്ഞതാ ഇപ്പോൾ 3 പടങ്ങൾ നടക്കുന്നുണ്ട് ബാക്ക് ടു ബാക്ക്. അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ അനീഷിനെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ക്ഷീണിതനായിട്ടാണ് എനിക്ക് എന്താണ് എനിക്കറിയില്ല സത്യം പറഞ്ഞ ക്ഷീണമുണ്ട് മൊത്തത്തിൽ. പിന്നെ ഈ ഫാമിലിയും ഓട്ടവും അങ്ങോട്ട് ബാംഗ്ലൂരാണ് ഫാമിലി ഉള്ളത്. അവിടെ ഓടുന്നു. ഇപ്പോൾ ബാക്ക് ടു ബാക്ക് സിനിമകളായപ്പോൾ അങ്ങനെ വീണ്ടും കോവിഡ് സമയത്ത് കുറച്ച് ഭയങ്കര ഗ്യാപ്പ് വന്നു. അത്യാവശ്യം നല്ല ഗ്യാപ്പ് വന്നു. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു പടം വിടുന്നില്ല എന്ന് തീരുമാനിച്ചു. ആ സമയത്ത് വരുന്നത് നമ്മൾ മോമോ ഇൻ ദുബായ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ലീഡ് ചെയ്തിരുന്നു. ആ സിനിമയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടേ ഒരു വർഷം ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്തു. അതെന്ന് വെച്ചാൽ ആ പടം തിരക്കിടില്ലാതെ ഒരു കോവിഡിന് മുമ്പായിരുന്നല്ലോ പ്ലാനിങ്ങും ഷൂട്ടും കാര്യങ്ങളും. അപ്പോൾ വെയിറ്റ് ചെയ്തത് റിലീസാവാൻ. കോവിഡ് വന്നപ്പോഴേക്കും സ്ഥിതിഗതികൾ മൊത്തം മാറി. ആഫ്റ്റർ തിയേറ്റർ കാരണം ഒരു സെലിബ്രേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ മാത്രം വർക്കാവുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ നമ്മൾ പ്രതീക്ഷകളൊക്കെ മാറി. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പ് വന്ന ചെറിയ കുഞ്ഞു പടങ്ങളും കാര്യങ്ങളൊക്കെ വിട്ട് അപ്പോൾ ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നു. ഇപ്പോൾ തീരുമാനിച്ചു ഗ്യാപ്പ് അതിൻ്റെ ഒരു ക്ഷീണമായിരിക്കും തോന്നുന്നു എനിക്ക്. കാരണം എനിക്ക് തോന്നുന്നു അനീഷിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര സ്പേസ് മലയാള സിനിമയിൽ അനീഷിന് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ലൊരു ആർട്ടിസ്റ്റാണ്. ചെയ്തു വെച്ചിരുന്ന സിനിമകളൊക്കെ നല്ല നല്ല സിനിമകൾ ചെയ്തു വെച്ചിരുന്നു. ഈ ഗ്യാപ്പ് വരുമെന്ന് പറയുമ്പോഴും ഒരു വേണ്ടത്ര സ്പേസ് കിട്ടാതെ പോയെന്ന് അനീഷ് തോന്നുന്നു. എനിക്ക് ഒരു തൃപ്തി വരുന്നൊരു ക്യാരക്ടർ സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ 100 കോടി 50 കോടി പടങ്ങൾ കുറേ ലാലേട്ടൻ്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മീൻസ് അവരുടെ ഒരു പേരും ഇമേജ് കൊണ്ടാണല്ലോ നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്നത്. അതെ. അപ്പോൾ ഇപ്പോഴും പല ആൾക്കാരും ദൃശ്യത്തിൽ അളിയൻ എന്ന് പറഞ്ഞിട്ടാണ് പല സ്ഥലത്തും പരിചയപ്പെടുന്നത്. കാരണം ആ ഇമ്പാക്റ്റാണ് ആ ക്യാരക്ടറിൻ്റെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പക്ഷേ നമുക്കൊരു ഇപ്പം ഞാൻ KPSCയിലെ ആർട്ടിസ്റ്റായിരുന്നു, തിയേറ്റർ ആർട്ടിസ്റ്റായിരുന്നു KPSCയിൽ. അപ്പോൾ അതിൽ നിന്ന് വന്നൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു കൊതി ഉണ്ടാവും എപ്പോഴും നല്ല ക്യാരക്ടേഴ്സ് കിട്ടാൻ. പിന്നെ ചില ആൾക്കാർ മാത്രം ഇപ്പോൾ ഒമർ അഡാർ ലവിൽ ഒരു ഹ്യൂമർ ട്രാക്ക് തന്നു. കേൽപ്പത്തിൽ പിന്നെ മോസിനൊരു ഹ്യൂമർ ട്രാക്ക് തന്നു. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയിൽ മറ്റേ ഋഷി ഒരു അങ്ങനത്തെ ഒരു ട്രാക്ക് തന്നു. അപ്പോൾ അങ്ങനെ ചില ആൾക്കാർ സിനിമയ്ക്കൊരു സാധനം ഉണ്ടല്ലോ. നമ്മളൊരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ പിന്നെ പൊളിറ്റീഷ്യൻ തന്നെ, ഒരു പോലീസാണെങ്കിൽ പോലീസ്. ആ പരിപാടി കുറേ ഹോണ്ടി അത് ഞാൻ കുറച്ചെണ്ണൊക്കെ വിട്ടത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെ. മനഃപൂർവ്വം സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും സ്വാഭാവികമായിട്ട്. പക്ഷെ എന്നിരുന്നാലും വേണ്ടാന്ന് വിചാരിച്ചു. കാരണം നമുക്കൊരു തൃപ്തി വരുന്ന സാധനം വരുന്നില്ല. പിന്നെ എത്രയെന്ന് വെച്ചിട്ട് എങ്ങനെ ഇരിക്കുക? നമുക്കും ബാധ്യതകളും പ്രശ്നങ്ങളും ലോണും കുട്ടികളും ഫാമിലിയൊക്കെ ഉള്ളതല്ലേ. പിന്നെ ചെയ്യുന്നു. പറഞ്ഞ മമ്മൂക്കയുടെ സിനിമ, ലാലേട്ടൻ സിനിമ, വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒക്കെ അഭിനയിച്ചു വന്നു അല്ലേ? അനീഷിൻ്റെ ഒരു ഭാഗ്യമാണ് അതൊക്കെ. പിന്നീട് അവരിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാതെ പോകുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഇല്ല, ഞാനിപ്പോൾ എമ്പുരാനാണ് ഇപ്പം ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. പിന്നെ ലൂസിഫർ പൃഥ്വിരാജ് രാജു ആണ് ഇപ്പം കടുവയിൽ കാസ്റ്റ് ചെയ്തത്. പിന്നെ പുള്ളി തന്നെ ഡയറക്റ്റ് കാസ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ ലൂസിഫറിൽ ചെയ്തുകൊണ്ട് തന്നെ പുള്ളി ഡയറക്റ്റ് കാസ്റ്റ് ചെയ്തതാണ് അതിലേക്ക് കടുവയിലൊക്കെ. അപ്പോൾ അത്തരത്തിൽ കോണ്ടാക്ട്സുകൾ ഇപ്പോഴും ഉണ്ട്. മമ്മൂക്കയാണ് എനിക്ക് കുറച്ച് ആയിട്ട് കിട്ടാത്ത കാണാൻ പറ്റിയിട്ടില്ല നമുക്ക്. അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ പോയി കാണാത്തതിൻ്റെ മറ്റേ ഞാൻ മുമ്പ് അവസരങ്ങൾ ചോദിക്കും എപ്പോഴും എല്ലാവരും. ഫോണിലല്ല, നേരിട്ടിട്ട് തന്നെ പോകും. പിന്നെ പൂജാവേളകളിലും അങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് നിൽക്കുക, അങ്ങനെയാണ് നമ്മുടെ അവസരങ്ങളൊക്കെ കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ ആൾക്കാർ മീൻസ് വിളിച്ചു തരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആ സാധനം ശരിക്കും കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വിളിച്ചിട്ടാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ചെയ്യാൻ പറ്റുമോ, എത്ര ദിവസം അങ്ങനെ പറഞ്ഞിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് അവസരങ്ങൾ ചോദിക്കൽ കട്ടായിപ്പോയി.
ആ കട്ടായി പോയതാണ് ഒരു വലിയൊരു ഒരു ഗ്യാപ്പ്. ശരിക്കും പറഞ്ഞാൽ ഒരു ശേഷം മൈക്കിൽ 6 മാസം അല്ല ശേഷം മൈക്കിലും മോമോയും തമ്മിൽ 6 മാസത്തിന്റെ ദൂരേ ഉള്ളൂ. അത് കഴിഞ്ഞതാ ശേഷം മൈക്കിൽ ഇപ്പം അടുത്തല്ലേ റിലീസായത്, ഇപ്പൊ 2-3 മാസമായിട്ടുള്ളൂ. അത് കഴിഞ്ഞതാ ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് മനീഷ് ചിത്രത്തിലില്ലാതെ പോകും. അതെ അത് ഞാൻ ഈ ഒരു സാധനമാണ്. കാരണം നമ്മൾ വിളിക്കാതെയും ബന്ധപ്പെടാതെയായി ആൾക്കാരുമായിട്ട്. അപ്പൊ അതൊരു ശരിക്കും ഈ കോവിഡിന്റെ സമയത്ത് മടിയനായി എന്നുള്ളതാണ് എൻ്റെ ഒരു സാധനം. ഇപ്പം അത് ഞാൻ തിരിച്ചറിയുകയും വീണ്ടും ഞാൻ ആക്റ്റീവ് ആവുകയും ചെയ്തപ്പോൾ വീണ്ടും വർക്കുകൾ വന്നു തുടങ്ങി. അനീഷിനെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? അനീഷിന് കിട്ടിയ അനീഷിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് പിന്നീട് അനീഷ് വേണ്ട അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ സുഡാനി ഫ്രം നൈജീരിയ ഞാനായിരുന്നു ലീഡ് ചെയ്യേണ്ടത്. അത് വേണ്ടാന്ന് വെച്ചതല്ല, സിനിമയുടെ ഇതറിയാലോ. കാരണം എനിക്കൊരു പ്രൊഡ്യൂസറെ കിട്ടാൻ ബുദ്ധിമുട്ട് വരികയും ആ സിനിമ സക്രിയ രാജീവ് സാറിൻ്റെ അടുത്താണ് ആദ്യം സംസാരിക്കുന്നത് ഒരു പ്രൊജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സാറാണ് മറ്റേ ഷമീർക്കാരുടെ അടുത്തും ഷൈജുക്കാരുടെ അടുത്തൊക്കെ എത്തിക്കുന്നത്. അവർ സൗബിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും പിന്നെ സൗബിൻ്റെ അങ്ങനത്തെ ഒരു സാധനം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നുകൊണ്ട് എൻ്റെ ആ ഒരു സമയം എൻ്റെ പ്രശ്നമായതുകൊണ്ട് സൗബിനെ അതിൽ കാസ്റ്റ് ചെയ്യപ്പെടുക ചെയ്ത് അങ്ങനെ വരും സ്വാഭാവികമായിട്ട്. ഇപ്പം ഞാൻ ആക്ടർ സിദ്ദീഖാനോട് ഇതേ കാര്യം പറഞ്ഞ സമയത്ത് സിദ്ദീഖാനോട് പറഞ്ഞു, എൻ്റെ പൊന്നെ ഞാനൊക്കെ എത്രയോ പടങ്ങൾ അങ്ങനെ എനിക്ക് മിസ്സായിട്ടുണ്ട്, വലിയ വലിയ പടങ്ങൾ. അപ്പോൾ സ്വാഭാവികമാണ്, സിനിമയിൽ അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ കോഴ്സ് നമുക്ക് കാരണം നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ അവരൊക്കെ. ഇപ്പം സക്കരിയായാലും മൂസിൻ ബരാരി അങ്ങനത്തെ ടീമുകളിൽ നമുക്ക് സജീവമായി ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര വിഷമം വരും. കാരണം പുറത്ത് നമ്മൾ ഒരാളോട് അവസരം ചോദിച്ച് ചെല്ലണ പോലെയല്ല. ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എനിക്ക് മോസിൻ്റെ അടുത്ത് പോയിട്ട് എടാ അടുത്തൊരു പടത്തിൽ എന്നെ വിളിക്കണം എന്ന് പറയാൻ പറ്റില്ല എനിക്ക്, കാരണം അങ്ങനത്തെ ഒരു ബന്ധമാണ്. അപ്പം അവന് തോന്നിയിട്ട് ഇവന് ഈ സാധനം കൊടുക്കാമെന്ന് തോന്നി തരുമ്പോഴേ എനിക്കത് കിട്ടുള്ളൂ. വേറൊരാളുടെ അടുത്ത് ഇപ്പോൾ ഇക്കാരുടെ അടുത്ത് വന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ബന്ധമുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. വേറൊരാളുടെ അടുത്ത് നമുക്ക് ചോദിക്കാം, ഈസിയാണ് ചോദിക്കാൻ, ഈസിയാണ്. തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെ അവസരമല്ലേ ചോദിക്കണം. സൈജോട്ടൻ പറഞ്ഞ പോലെ കടമൊന്നുമല്ലല്ലോ. ചില ആൾക്കാർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, സീരിയസ്ലി അവോയ്ഡ് ചെയ്യുന്ന പറഞ്ഞാൽ. ഞാനൊരു വലിയ ഡയറക്ടർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ഗംഭീര ഹിറ്റാവുകയും അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ആരാധന ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്, ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ഞാൻ പോയിട്ട് ഇതേപോലെ ദൃശ്യമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു സ്വീകാര്യത കിട്ടുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നാണല്ലോ ഞാൻ വരുന്നത്. അപ്പോൾ ദൃശ്യം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നല്ല സ്വീകരണം, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സീറ്റ് തരുന്നു, നമുക്ക് എല്ലാ സൗകര്യങ്ങൾ തരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് നമുക്കൊരു സന്തോഷം വരുന്നൊരു സമയമാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോയി, അദ്ദേഹത്തിൻ്റെ ഒരു അസോസിയേറ്റും പ്രൊഡക്ഷൻ കൺട്രോളറും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഭയങ്കര റൂഡായിട്ട് അദ്ദേഹം മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തിന് ഇത്ര അറിയേണ്ടുള്ളൂ, ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇത് ഞാൻ ചിലപ്പോൾ ആളുടെ ആ സമയത്തെ മൂഡായിരിക്കും, കാരണം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, നമ്മൾ അതിൻ്റെ ഇടയിൽ തടസ്സം ചെയ്തതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്ന ഒരാളോട് അങ്ങനെ പെരുമാറില്ല, അതെൻ്റെ ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രമോ അത് ആര് പറഞ്ഞതാണ്, ഇതിൽ ഒരു വേറെ വേർഡ് ഉപയോഗിച്ചാണ്, ഇതിൽ ആരാണ് പറഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാനിങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി എൻ്റെ കാര്യം അവസരം ചോദിക്കുക എന്നുള്ള കാര്യമാണ്. തരിക എന്നുള്ളത് സാറിൻ്റെ തരണേന്ന് തീരുമാനിക്കുന്ന സാറിൻ്റെ കാര്യമാണ്. അങ്ങനെ വളരെ റൂഡായിട്ട്, ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞതൊക്കെ വളരെ സട്ടിലായിട്ട് നമുക്ക് ഒരു പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടും നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടും ഭയങ്കര റൂഡായിട്ട് എന്നോട് സംസാരിച്ചു. അവസാനം ഞാൻ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് ഇറങ്ങി അവിടുന്ന്. ലിഫ്റ്റിൽ കയറിയപ്പോൾ ഒരു അർജന്റീന, എപ്പോഴും നല്ല ഓർമ്മയുണ്ട്, അർജന്റീനയുടെ ജേഴ്സിട്ട് 2 കുട്ടികൾ നിൽക്കുന്നു. അവരിങ്ങനെ നോക്കുമ്പോൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആക്ടർ ആയതുകൊണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സാധനത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഫുൾ ഓഫ് നമ്മളെ ഉള്ളിൽ നെഗറ്റീവ് അടിച്ച് കയറ്റിയിട്ട് നമ്മളെ ലിഫ്റ്റിൽ നിന്ന് ഇറക്കുകയാണ് താഴത്തേക്ക്. അത് കഴിഞ്ഞ് അതിൻ്റെ പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ് നേരെ തൊട്ട മുന്നിൽ വേറെ ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ ഒരു ഓട്ടോക്കാരൻ വന്ന്, കൊച്ചിയിലാണ്, മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ആ ഓട്ടോക്കാരൻ അയാളെ തിരിച്ചു വന്നിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞിട്ട് അളിയാന്ന് വിളിച്ചു. അപ്പോൾ ദൃശ്യത്തിൽ അളിയ എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ അളിയാന്ന് വിളിച്ചിട്ട് അപ്പോൾ കയറി എൻ്റെ വണ്ടിയില്ലേന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, ഓട്ടോ പിടിച്ചിട്ട് വന്ന് കയറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറ്റിയിട്ട് എന്താ ഇങ്ങനെ തിരിഞ്ഞിരുന്നു, എന്താ നിങ്ങളുടെ ഫേസൊക്കെ എന്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പൊട്ടി നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വാ വലിക്കുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു ഇല്ല, വല്ലപ്പോഴൊക്കെ വലിക്കും. എന്നാൽ വാഹെന്ന് പറഞ്ഞിട്ട് അവിടെ കുൽക്കി സർബത്തൊക്കെ കിട്ടുന്ന മറൈൻ ഡ്രൈവ് സൈഡ് ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി പുള്ളി ഒരു സിഗരറ്റ് തന്നിട്ട് ഒരു ഗംഭീര മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ആകെ ഒരു 3-4 സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ. ഓട്ടോക്കാരൻ. ഞാനപ്പോൾ ആലോചിച്ചത് ആ ഓട്ടോക്കാരൻ്റെ ക്യാരക്ടറും ഈ പറയപ്പെടുന്ന ഡയറക്ടറുടെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു അന്തരമാണ് ഞാൻ വിചാരിച്ചത്. ഇദ്ദേഹം ഗംഭീര സംവിധായകനാണ്, അതിഗംഭീര ക്രാഫ്റ്റ് ഉള്ള ഒരാളാണ്. ഇത് പാവപ്പെട്ട ഏതോ ഒരു സാധാരണക്കാരനാണ്. അയാൾ എനിക്ക് തന്ന ഒരു സമാധാനം, സന്തോഷമുണ്ട് ആ സമയത്ത് ഏറ്റവും വലിയ അനുഭവമായിരുന്നു എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത അനുഭവം. അല്ല, അത് എനിക്കിത് കേട്ടിട്ട് എനിക്ക് തന്നെ അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ അവസ്ഥയാണല്ലോ. ഒരു വീട്ടിൽ കയറി ചെന്ന്
ഭയങ്കര മോശം. നമ്മൾ അറിയാവുന്ന അനീഷ് സിനിമയിലുണ്ട്, ആദ്യമായിട്ട് പോകുന്ന ആളല്ല. അല്ല, ആദ്യമായിട്ട് പോകുന്ന ആളോട് അങ്ങനെ പെരുമാറാൻ പാടില്ല. അല്ല, ഞാൻ പറയാം അതുപോലും ചെയ്യാൻ പാടില്ല. അവിടെ നിന്ന് ഒരു ഷൗട്ട് ചെയ്ത് വിടുകയെന്ന് വെച്ചാലേ ഭയങ്കര റൂഡായിട്ട്. പക്ഷെ അയാളുടെ ഇപ്പോഴും ഇല്ലേ അത് വളരെ ആക്റ്റീവായിട്ട്. ഇപ്പൊ ലാസ്റ്റ് ഒരു പടം ചെയ്തല്ലേ? ഞാൻ പറയില്ല ഒന്നും. അല്ല, ഇപ്പം ഞാൻ നോ കമന്റ്സ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെയ്തു എന്ന് പറയുമ്പോ തന്നെ ആള് ഓക്കെ ആണ്, എനിക്ക് ഇഷ്ടമുള്ള ആളുകൾ കിട്ടും. ഏറ്റവും നല്ല ഡയറക്ടറാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു പടം ചെയ്ത് കഴിഞ്ഞു പറഞ്ഞു. ഇനിയിപ്പോ നമ്മളതിന്റെ പേര് ഞാനും വെളിപ്പെടുത്തുന്നില്ല, പ്രേക്ഷകർ തീരുമാനിച്ചത് ആരാന്നുള്ളത്. അതുപോലെ ഇതേപോലത്തെ അനുഭവം കേൽപ്പത്ത് എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത്, വലിയൊരു സിനിമയുടെ മറ്റേ ഇതിന്റെ സമയത്താണ് അനൗൺസ് ചെയ്തത്. അതായത് സെലിബ്രേഷൻ നടക്കുമ്പോഴാണ്. ദുൽഖർ ഉണ്ട്, ടോവി ഉണ്ട്, പിന്നെ ഉണ്ണി ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. അജു, എല്ലാവരും സ്റ്റേജിൽ എന്നെയും വിളിച്ചു. മോസിൻ, കാരണം മോസിൻ്റെ ആദ്യത്തെ പടം ആയതുകൊണ്ട് എന്നെയും വിളിച്ചു. സ്റ്റേജിൽ നിന്ന് ഞാൻ 5ാമതാണ് നിൽക്കുന്നത്. ക്യാമറാമാൻ ഉൾപ്പെടെയുള്ള 4 പേര് കഴിഞ്ഞ് 5ാമതാണ് നിൽക്കുന്നത്. ഈ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് മറ്റേ പാരാട്ടിയിട്ട് ഇദ്ദേഹം അനൗൺസ് ചെയ്തു. ഇതും ഒരു പ്രമുഖ ഡയറക്ടറാണ്. അപ്പോൾ മറ്റേ എല്ലാവരും ഗംഭീര അഭിപ്രായം പറഞ്ഞു. ഇങ്ങനെയാണ് മറ്റേ ഉപ്പില്ലാത്ത ഇതുപോലെയാണ് അജു അത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ അങ്ങനെ തയ്യാറെടുക്കുകയാണ് മനസ്സിൽ. ഓ, എനിക്കൊരു മൈക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്, കാരണം എനിക്ക് ഇതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഗംഭീര ഡയറക്ടർ. അപ്പം ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത്, ഇദ്ദേഹം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ആ പടത്തിലെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ് 5ാമത് ഞാൻ നിൽക്കുമ്പോൾ ക്യാമറമാൻ എന്നെ തട്ടിയിട്ട് പറഞ്ഞു അടുത്ത മൈക്കണം. ഞാൻ ഇങ്ങനെ കൈ നീട്ട് അങ്ങനെ പോണ സമയത്ത് പുള്ളി ഇങ്ങനെ നോക്കിയിട്ട്, ലിറ്ററലി ഇങ്ങനെ നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, അപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ, ഇനി എല്ലാവർക്കും ഫുഡ് കഴിച്ച് പോവാം. ഞാനിങ്ങനെ ആ ഒരു മൊമെൻറ്റിനേക്കാൾ എനിക്ക് ഫീൽ ചെയ്തത് ഈ ദുൽഖർ എന്ന് പറഞ്ഞ ഒരു പ്രിൻസാണ് നമ്മളെ മലയാള സിനിമയിൽ. മമ്മൂക്കാടെ മോനാണ്, ഗംഭീര ആക്ടറാണ്, എല്ലാ കാര്യത്തിലും. ടൊവി എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഇവരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് അവരുടെ ഫേസ് എൻ്റെ മുഖത്തായിരുന്നു. അവർക്ക് മനസ്സിലാവുമല്ലോ, മനുഷ്യന്മാരല്ലേ, കലാകാരന്മാരല്ലേ. അപ്പോൾ അവർക്ക് എൻ്റെ ഫീലിങ്സ് അവർക്ക് മനസ്സിലായി. അപ്പോൾ അത് വല്ലാത്തൊരു ഫീലായിരുന്നു എനിക്കത്. അതും അപമാനിതനാവുക എന്ന് പറയുന്ന സാധനം, നമ്മളുടെ ക്യാരക്ടറിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാധനം, അത് ഭയങ്കരമായിട്ട് നമ്മളെ അടിക്കുന്ന ഒരു സാധനം. ഇപ്പോഴും ഹോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് ഉള്ളിൽ അത്ര കയറിയതുകൊണ്ടല്ലേ. തീർച്ചയായിട്ടും അതാണ്. മനുഷ്യ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക്. ഇല്ല അല്ലേ? ഇല്ല. ഇത്തരം കാര്യങ്ങൾ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ അത് പറയേണ്ട കാര്യം തോന്നിയില്ല. കാരണം നമ്മളുടെ ഒരു പിന്നെ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു പരാജയമല്ലേ കാരണം ഞാനൊരു ഒരു സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒന്നുമല്ല എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു തോന്നിപ്പിക്കുകയാണ് നമ്മളെ ഉള്ളിൽ. അത് ദൈവമാണെങ്കിലും മുന്നിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും. അപ്പോൾ പിന്നെ പറയണ്ടെന്ന് വിചാരിച്ചങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടുമല്ല. ഇവരൊക്കെ പിന്നീട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാൻ ശ്രമിച്ചിട്ടുമില്ല. എനിക്ക് ഇനി അവരുടെ സിനിമയിൽ പോവോ? അപ്പോൾ ഉറപ്പായിട്ടും, കാരണം എൻ്റെ ജോലിയല്ലേ ഇത്. ഇപ്പോഴും അവരുടെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് 100%. അത് എനിക്ക് ആരോട് അങ്ങനെ ഭക്തിയോ ഒന്നുമല്ലല്ലോ, നമുക്ക് ഇഷ്ടമാണ്. അതിപ്പോൾ ഒരു ഭക്തിയോ ആരാധനയോ ഒന്നും എനിക്ക് ആരോടും അങ്ങനെ ഭീകരമായിട്ടൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ലാലേട്ടൻ ഉൾപ്പെടെ അത്രയും വലിയ ലെജൻസാണ് മലയാള സിനിമ ഇനി 100 വർഷം കഴിഞ്ഞാലും ലെജൻഡായിട്ട് നിൽക്കുന്ന 2 പേര് അവർ തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷെ എന്നിരുന്നാലും കടുത്ത ആരാധനയോ ഭയങ്കര പ്രാന്തം അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. അത് രണ്ടും വ്യത്യാസമുണ്ടല്ലോ, ആരാധന ഇഷ്ടം. അതെ. അതുപോലെ തന്നെ ഇവരോട് എനിക്ക് നല്ല ഡയറക്ടേഴ്സാണ്, അത് ഭയങ്കര ഇഷ്ടമാണ്. അവർ തന്നാൽ ഞാൻ അവർ വിളിച്ചിട്ട് അവർക്ക് ആ ക്യാരക്ടറിനെ ഏൽപ്പിക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഇത് രണ്ടും 2 ഡയറക്ടർ ആയിരുന്നല്ലോ അല്ലേ ഈ സംഭവം? തീർച്ചയായിട്ടും 2 പേരാണ്. മറ്റേ ആദ്യത്തെ പടത്തിന്റെ 2 അത് ആ സിനിമയുടെ ഡയറക്ടർ അല്ലായിരുന്നു. അല്ല, ആ സിനിമ അത് മൂസിനായിരുന്നല്ലോ പരിചയപ്പെടുത്താൻ. മൂസിൻ ക്ഷണിച്ച അതെ അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു മൈക്ക് അല്ലേ? പിന്നീട് അത് ടോവിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. ടോവിയൊക്കെ പിന്നീട് സംസാരിച്ചോ? ഇല്ല, പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. കാരണം നമ്മളെ വേദനിപ്പിച്ച ഒരു സാധനമല്ലേ. അപ്പോൾ പിന്നെ അവരത് ഡിസ്കസ് ചെയ്യുന്നത് ശരിയല്ലാന്ന് തോന്നിയിട്ടായിരിക്കാം പറഞ്ഞില്ല. അതിനെക്കുറിച്ചൊന്നും പിന്നെ ഡിസ്കഷൻ വന്നില്ല. പിന്നെ അതിനുശേഷം കേൽപ്പത്ത് വന്നു, വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി വന്നു, ഒരുമിച്ചാണ് 2 വന്ന്. അപ്പോൾ കുറച്ചും കൂടെ ദൃശ്യമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പാട്ടോ ഞാൻ പറഞ്ഞ സാധനം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇൻഡസ്ട്രിയുടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഫുൾ ആർട്ടിസ്റ്റ്, മറ്റേ കാരവൻ ആദ്യമായിട്ട് കിട്ടുന്നത് എനിക്ക് കേൽപ്പത്തിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മളിതിൻ്റെ ഒരു ഭാഗം ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിട്ടു. നേരത്തെ ഞാൻ പറഞ്ഞ മൈക്കിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ മൈൻഡിൽ നിന്ന് പോയി. പക്ഷേ ആഫ്റ്റർ ദൃശ്യം വേറൊരു സ്റ്റേജിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച സിനിമയാണല്ലോ ദൃശ്യം. ആ സമയത്താണ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഡയറക്ടർ, ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഡയറക്ടർ അനുഭവം ഉണ്ടായത്. പക്ഷെ അത് എന്നെ ശരിക്കും ഭയങ്കര വേറൊരു തരത്തിൽ നെഗറ്റീവായിട്ട് ബാധിച്ചു. കാരണം എൻ്റെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. പിന്നെ ഞാൻ നാട്ടിൽ അത്യാവശ്യം ഇങ്ങനെ ഈ ബഹളമൊക്കെ വെച്ച് നടക്കുന്ന ഒരാളായിരുന്നു കുറെ മുന്നേ. ഈ തല്ലും പിടിയും എല്ലാം ഉണ്ടായിരുന്നു, കല്ലുപിടിയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്.
അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ സിനിമയിൽ വന്നപ്പോൾ നമുക്ക് ഇത്തരം അനുഭവങ്ങൾ നമ്മളെങ്ങനെ ഒരു സ്ലേവ് ഒരു പോലത്തെ ഒരു മൈൻഡിലാണ് നമ്മളെ കണ്ടത്. ആദ്യം മുതലേ പല ആൾക്കാരും കണ്ടിരുന്നതൊക്കെ അങ്ങനെയാണ്. കാരണം ആ കാലഘട്ടം അങ്ങനെയാണ്. ഞാൻ 2009 വരുന്നത്. ആ സമയത്തൊക്കെ ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ, ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒക്കെ ഒരുപോലെയാണ്. അപ്പോൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മളെ അത്തരം ട്രീറ്റ് ചെയ്യാം നമ്മളോട്. ഇപ്പോൾ അതൊക്കെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. ആ സാധനത്തിൻ്റെ എക്സ്ട്രീം ഒരു സാധനമായിരുന്നു എൻ്റെ ഉള്ളിൽ. ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് കയറ്റി ഇട്ട ഒരു സംഭവമാണ്, ഇൻസിഡൻ്റ് ആയിരുന്നു ഈ ഇൻസിഡൻറ്റ്. പിന്നെ നമ്മളായിട്ട് അത് റിക്കവർ ചെയ്യണമല്ലോ, നമ്മളായിട്ടത് മാറ്റി. ഈ സംഭവങ്ങൾ ഇപ്പം എന്നോട് പറഞ്ഞ സംഭവം അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു. അതെ അതെ, അടുത്ത സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അവരൊക്കെ എന്ത് പറഞ്ഞു വന്ന്? അവർക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ സുഹൃത്തുക്കളെല്ലാവർക്കും ഭയങ്കര ദേഷ്യവും അല്ലെങ്കിൽ വേറെ രീതിയിൽ പ്രശ്നം. ഞാൻ പല ആൾക്കാരോടും, അതായത് 99% ആൾക്കാരോടും ഞാൻ പേര് പറഞ്ഞിട്ടില്ല. എൻ്റെ വൈഫിനറിയാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 1-2 പേർക്ക് അറിയാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അത് പറയുന്നത് ശരിയല്ല. അല്ല, ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് കുറ്റം പറയുന്നില്ല. കാരണം മറ്റേ മൈക്ക് തരാത്ത വിഷയം പൂർണ്ണമായിട്ട് കുറ്റം പറയും. കാരണം അത് അവഹേളനം തന്നെയാണ്. നീട്ടേണ്ട സമയത്താണ് അത് അവഹേളനമാണ്, 100% അവഹേളനമാണ്. അത് ഞാൻ വലുപ്പമില്ലാത്ത ഒരാളായതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞാൻ വളരെ, അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റേജിൽ നിൽക്കാൻ അർഹതയില്ലാത്ത ഒരാളായതുകൊണ്ടാണ് അദ്ദേഹം എങ്ങനെ ബിഹേവ് ചെയ്തത്. മറ്റത് അങ്ങനെയല്ല. മറ്റത് പുള്ളി ചിലപ്പോൾ വൺ ക്രിയേറ്റീവായിട്ടൊരു സാധനം, ഐഡിയോളജി ഉള്ളിൽ കേട്ടിരിക്കുന്ന സമയത്ത് മൂടായിരിക്കും. ആ സമയത്ത് മൂടായിരിക്കും. എന്നിരുന്നാലും നമ്മൾ അങ്ങനെ പക്ഷെ എന്നിരുന്നാലും ഞാൻ അതിനെ കുറച്ചും കൂടെ ബഹുമാനിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ തോട്ടുള്ള ഒരു സമയത്ത് ഞാൻ ഒരാൾ ഡിസ്റ്റർബ് ചെയ്ത് ചെല്ലണ സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രഷറിലായിരിക്കാം പറഞ്ഞത്. ചിലപ്പോൾ എന്നോട് അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യം തോന്നിയിട്ടുണ്ടാവാം. ഈ 2 വസ്തുത മനസ്സിലെടുത്തുകൊണ്ട് ഞാനത് ഓക്കെ ആയിട്ട് പറയുന്നു. പക്ഷെ മറ്റത് അങ്ങനെയല്ല. മറ്റത് ഈ ഒരു ജാതീയ അധിക്ഷേപം അല്ലെങ്കിൽ ഒരു വർഗീയ അധിക്ഷേപം, മറ്റേ സാമ്പത്തിക അധിക്ഷേപം എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു സാധനം തന്നെയാണിത്. വലിപ്പ ചെറുപ്പം എന്ന് പറയുന്ന ഒരു സാധനം. അത് വലിയൊരു മോശം. വളരെ ഇദ്ദേഹം കുറച്ച് സിനിമകൾ ഇപ്പൊ മീൻസ് ചെയ്യുന്നില്ല. ഇപ്പൊ വളരെ വലിയ ഹിറ്റുകൾ ചെയ്ത നല്ലൊരു ഡയറക്ടർ, ഗംഭീര ഡയറക്ടർ, നമുക്ക് ഭയങ്കര ആരാധന തോന്നുന്നു, ഡയറക്ടർ ഇഷ്ടം തോന്നുന്നു. അതിലേക്ക് എത്താൻ പറ്റണില്ല. മറ്റേലേക്ക് ഓടിയെത്താൻ പറ്റും, ഇതിലേക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല. ഇതിൽ ഒരു ക്ലൂ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ പറയില്ല. അതുകൊണ്ട് വേറെ മോശമല്ല. ഞാൻ അദ്ദേഹം എന്നോട് അങ്ങനെ അല്ല വേണ്ട, നിങ്ങള് അതിഭീകര ബുദ്ധിമാനാണ്, കണ്ടുപിടിക്കുന്നത്. ഞാനത് പ്രേക്ഷകരുടെ മുമ്പിൽ പറഞ്ഞില്ല, എനിക്കെങ്കിലും ഒന്ന് മനസ്സിലാണ്. അത് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് പേഴ്സണലി പറയാൻ വേണമെങ്കിൽ ഞാൻ പറയില്ല. ആളുകൾ ചോദിക്കും, കമന്റ് ചെയ്യണോ ചോദിക്കും, പറഞ്ഞ ആ കമന്റ് ഒന്നും ഇടാൻ പറ്റില്ല. ഞാൻ പറയും. അപ്പൊ ക്ലൂ മാത്രം ഞാൻ അതും പറയില്ല. എന്താ അറിയാം, മാത്രം പ്രേക്ഷകർക്ക് മനസ്സിലായിക്കോട്ടെ, എനിക്ക് മനസ്സിലാവണേ ആയിക്കോട്ടെ. ക്ലൂ ഇല്ലേക്ക. ഞാൻ എന്താന്ന് വെച്ചാൽ അത് ഒരു ക്ലൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ക്ലൂ മാത്രമില്ലേക്ക. ഞാൻ രണ്ടാമത്തെ സംഭവമാണ് അനീഷിനെ ഏറ്റവും വേട്ടയാടിയത്. അത് വേറെ തരത്തില് അയാളുടെ ക്ലൂ പറയണമെന്ന് ഒരു തെറ്റുമില്ല. പേര് പറയാൻ ഞാൻ ആവശ്യപ്പെടില്ല, ഒരു ക്ലൂ തന്നെ. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു മോശം ഒരു സാധനം കിട്ടിക്കഴിഞ്ഞു, ഞാനത് അനുഭവിച്ചു. വേറെ പലതരത്തിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, പല അവസ്ഥകളും. അപ്പോൾ അതുകൊണ്ട് വേറെ ആൾക്ക് ഒന്നുമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സിനിമകൾ നഷ്ടമാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആക്രമിക്കാനോ ഒന്നിനും പോകുന്നില്ല ആരും. അപ്പോൾ എന്നിരുന്നാലും ചില ആൾക്കാരുടെ ഉള്ളിൽ ഒരു വിഗ്രഹം ഉണ്ടാവില്ല. വെറുതെ നമ്മളെ ഒരു കാര്യം പറഞ്ഞിട്ട് വെറുതെ അത് ഉടക്കാൻ നിൽക്കണ്ട. എന്തിനാ വെറുതെ ഒരു ദോഷവും പേര് വെച്ചില്ല, ക്ലൂ മാത്രം. അല്ലല്ല, വേറെ എന്തിനാ നമുക്ക് ഒരു ഗുണമില്ല കാര്യമല്ല. പുള്ളിക്കും ഗുണമില്ല, എനിക്കും ഗുണമില്ല, ആർക്കും ഗുണമില്ല. പറയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ ക്ലൂ വേണി തരാം, മനസ്സിലാക്കി പറയും. അപ്പൊ പറയുന്നില്ല. ഇനിയിപ്പോ പ്രഷർ എന്നോട് ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കാനും തയ്യാറാകുന്നില്ല. കാരണം വെച്ചാൽ ഇനി പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റിന് ഞാൻ മറുപടി ഉണ്ട്. അത് ആരാണെന്ന് പേഴ്സണലായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലും ആ ഒരു സാധനം ഉടയുന്നില്ല. എനിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ട അല്ലേ, ഉറപ്പായിട്ടും, നോ ഡൗട്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതൊന്നും ഒരിക്കലും ശരിയല്ല എന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നത്. അതെ, അത് മനുഷ്യനോട് മാത്രമല്ല, ഒരു ജീവികളോട് നമ്മൾ അങ്ങനെ ഒരാളുടെ മനസ്സ് തകർത്തുകൊണ്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. അതാണ് എൻ്റെ ഒരു തീർച്ചയായിട്ടും. പിന്നെ ഞാനിപ്പോൾ അടുത്ത് വേറെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് വന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഗംഭീര സീരീസ്. ഇപ്പോൾ ആമസോണിൽ വരാൻ പോകുന്നു. സീരീസിൻ്റെ പേര് പറയാൻ ഇതേപോലെ വേറൊന്നും ഉണ്ടല്ല, കാരണം എനിക്കത് എഗ്രിമെൻറ്റിൽ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. വലിയ സീരീസാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു ലീഡ് പരിപാടി തന്നെയായിരുന്നു. 3 പേരാണ് ലീഡ്, അതിലൊന്ന് ഞാനായിരുന്നു. ഗംഭീര സാധനം, ഹിന്ദി. അവിടെ വലിയൊരു സീരീസ് ചെയ്ത് 1 അവാർഡൊക്കെ നേടിയ ഒരു ഡയറക്ടറുടെ ക്രൂവിൻ്റെ പുതിയ ഒരു പരിപാടി ഞാനതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മളെ ടൈമിൻ്റെ ഒരു പ്രശ്നമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രോബ്ലം, ആരോപണം, കാര്യങ്ങളൊക്കെ എൻ്റെ പേരിൽ വന്നു. അപ്പോൾ ആ സാധനം ഞാൻ അറിയാത്തൊരു വിഷയമായിട്ടും കാര്യങ്ങളും കണക്ട് ചെയ്ത് അങ്ങനെ വന്നത് എന്തോ ആവട്ടെ. പക്ഷെ അതിൽ നിന്ന് എനിക്ക് പിന്മാറേണ്ടി വന്നു ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ എന്നെ സാമ്പത്തികപരമായിട്ട് ഭയങ്കരമായിട്ട്
സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു അത്. 6 ദിവസത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സാമ്പത്തിക ഇതിനേക്കാൾ അപ്പുറത്ത് അതിൻ്റെ റീച്ച്, വരാൻ പോകുന്ന റീച്ച് വലിയ രീതിയിലായിരുന്നു. അന്ന് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു അവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ അങ്ങനെ കൂട്ടായൊരു തീരുമാനം എടുത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് ജസ്റ്റ് ഒരു ആരോപണം എവിടെയും എഴുതിപ്പെട്ട ഒരു സാധനം മാത്രം. അത് മറ്റേ വേറെ എവിടെയും സ്പ്രെഡ് ആയിട്ടോ അതിൻ്റെ സംസാരിച്ചില്ലേ എന്നോട് ഞാൻ. അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ആവാത്ത അങ്ങനത്തെ ഒരു വസ്തുത ഇല്ലാത്തൊരു കാര്യം. അപ്പോൾ അതിൻ്റെ മുകളിൽ അങ്ങനെ മാറ്റപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് ഗ്യാപ്പുകൾ വന്നതെന്ന് പറയാം. അതിലൊത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടില്ലേ? സ്വാഭാവികമല്ലേ. പിന്നെ ഞാൻ മലപ്പുറത്ത് ഒരു ഉള്ളാടൻ ഗ്രാമത്തിലാണ്, ഞാൻ വളാഞ്ചേരി ആണ് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഉള്ളാടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാർ ചീത്ത വരും. ആ സമയത്ത് ഒരു ഗരാമമാണല്ലോ നമ്മുടെ നാട്. നമുക്കുണ്ടാവുന്ന പ്രണയം, എനിക്ക് 20-ാം വയസ്സിലുണ്ടാവുന്ന പ്രണയം എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുള്ള പെൺകുട്ടിയായിരിക്കും? സ്വാഭാവികമായിട്ട് ഒരു 16 വയസ്സ്, ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയല്ലേ എനിക്ക് ഉണ്ടാവുള്ളൂ സ്വാഭാവികമായിട്ട് പ്രേമം. അപ്പോൾ അല്ലെങ്കിൽ 20-22 വയസ്സിലൊക്കെ നമ്മളെ കാലഘട്ടം നമുക്ക് അങ്ങനെ അന്ന് വേറെ പേജ് ഇപ്പോൾ പറഞ്ഞാൽ 18 താഴെയുള്ളതിന് ഒരു പോക്സോ എന്ന് പറഞ്ഞിട്ടൊരു നിയമമുണ്ട്. അന്നത്തെ കാലത്ത് അതൊന്നുമില്ല. 17 പ്ലസ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളും പ്രേമിച്ചിട്ടുണ്ടാവും, ഞാനും പ്രേമിച്ചിട്ടുണ്ടാവും. കാണുന്ന ഒരു 35-ന് മുകളിലുള്ള എല്ലാവരും പ്രേമിച്ചിട്ടുള്ള ഒരു പ്രായമല്ലേ ആ പ്രായം. അങ്ങനെയൊക്കെയുള്ള ഒരു എവിടുന്നോ എന്തോ ഒരു കഥ പൊന്തി വന്നാണ്. കഥ അതില്ലാത്തൊരു സാധനമാണ്. 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലല്ലോ. കാരണം നമുക്ക് പ്രശ്നമില്ല. എൻ്റെ ഫാമിലി മെയിൻലി എൻ്റെ ഭാര്യ, പിന്നെ അച്ഛനമ്മ, ഭാര്യയുടെ ബ്രദർ, അവരുടെ അച്ഛനമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ കൂട്ടുകാർ സ്വാഭാവികമായിട്ട് സപ്പോർട്ട് ചെയ്യും. അത് എടുത്തു പറയേണ്ട കാര്യമില്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, മീഡിയ, അതൊരു സിനിമയിൽ നിന്നൊരു മാറ്റി നിർത്തൽ വന്നിരുന്നു. അതിന് വസ്തുത ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് എൻ്റെ അടുത്ത് വന്നൊരു തെറ്റാണ്. കാരണം ഞാൻ ഈ പൊളിറ്റിക്കലി കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിരുന്നു ഫേസ്ബുക്ക് ത്രൂ. അപ്പോൾ ഞാൻ അതിൽ മെയിൻലി ഗാസ സപ്പോർട്ട് ചെയ്തിട്ടും ലക്ഷദ്വീപ് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ആയിട്ട്, അത് മാത്രമല്ല ഒരു പ്രമുഖ പൊളിറ്റിക് പാർട്ടിക്ക് എതിരാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരിക്കലും ഞാൻ എതിരല്ല. സീരിയസ്ലി ഞാൻ അങ്ങനത്തെ എൻ്റെ പൊളിറ്റിക്സ്, എനിക്ക് പൊളിറ്റിക്സ് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷമോ വലതുപക്ഷമോ അങ്ങനത്തെ ഒന്നുമല്ല. ഞാനെന്ന് വെച്ചാൽ ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടെന്ന് പറയാം. അതായത് ഒരു കഷ്ടപ്പാട് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഞാൻ വളർന്ന സാഹചര്യങ്ങൾ, അല്ലാതെ രാഷ്ട്രീയ പാർട്ടി വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പാർട്ടി നോക്കിയിട്ടാണോ വോട്ട് ചെയ്യുക? അവിടെ ആ വ്യക്തി ആരാണെന്ന് നോക്കിയിട്ട് വോട്ട് ചെയ്യും. അത്തരം സാഹചര്യങ്ങൾ വോട്ട് ചെയ്യാൻ അധികം പറ്റിയിട്ടില്ല എനിക്ക് കൂടുതലൊന്നും. പിന്നെ ഈ മറ്റേതിൽ നമ്മളെ പണ്ട് പോലെ സ്കൂളിൽ പഠിച്ച് അടിച്ചമർത്തി പറയുന്ന ഒരു സാധനമാണ്, പഠിപ്പിച്ച് ഉള്ളിൽ വെച്ചിരിക്കുകയാണ്, അവകാശമാണ് വോട്ട് എന്ന് പറഞ്ഞാൽ. ഒരു കുന്തമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു വിഭാഗം ഉണ്ടാക്കിയ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഉണ്ടാക്കിയ ഒരു സാധനം മാത്രമാണ് അത്. അവകാശം എന്ന് പറയുന്ന സാധനം ഒരെണ്ണത്തിന് തീരുമാനിക്കുക. ഇവിടെ എന്ത് തീരുമാനിച്ചാൽ എന്താ ഉണ്ടാവാൻ പോണേ, എന്ത് മാറ്റങ്ങളാണ് വരുന്നത്. അപ്പം ഞാൻ അത്തരം പോസ്റ്റുകളൊക്കെ പിൻവലിച്ചു. എന്തിന്? എൻ്റെ ചിന്താഗതി സ്പ്രെഡ് ചെയ്തു. ഒരു 4-5 ലക്ഷം പേരാണ് ഇന്ന് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നത്. മറ്റേ ഞാൻ അവരുമായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഫേസ്ബുക്കാണ് ഞാൻ ആക്റ്റീവ്, ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ് അല്ല. അപ്പോൾ 100 പേര് ഒരു കാര്യത്തെ എതിർക്കുമ്പോൾ ആ 100 പേരുടെ എതിർപ്പ് വലിയ എതിർപ്പ് തന്നെയാണ്. അവർ കാണുന്ന അതാണ്. അത്തരത്തിലൊരു കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ട ഒരു സാധനം മാത്രമാണ് ആ റെഡിറ്റിൽ വന്നിട്ടുള്ള ആ ഒരു പോസ്റ്റ്. വേറെ ഒന്നുമില്ല. IP അഡ്രസ്സ് ഇല്ല, ഒന്നുമില്ല. ഞാൻ അതിൻ്റെ വേറെ അന്വേഷിച്ചിരുന്നു, ഒരു കാര്യമില്ല. അതായത് IP അഡ്രസ്സ് സ്വാഭാവികമായിട്ടുണ്ട്, ഞാൻ അതല്ല പറയുന്നത്. വേറെ ഒരു തരത്തിലുള്ള അതിൻ്റെ ബാക്കപ്പും ഇല്ല. അത് പക്ക ഒരാണാണ് എഴുതിയതെന്നുള്ളതും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ടാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് പോസ്റ്റ് ചെയ്യാതിരുന്നതും എനിക്കറിയാം. അതൊരാണ് എഴുതിയ വെറുതെ കൃത്യമായി ഉണ്ടാക്കിയതെന്ന് കണ്ടറിയാം. ഒരിക്കലും ഒരു പെൺകുട്ടി എഴുതുമ്പോൾ വളരെ വികൃതമായ ഭാഷയിൽ ഒരിക്കലും ഒരു പെൺകുട്ടി ആ കുട്ടിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് എഴുതില്ല. എന്നെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ എന്നോട് മോശമായി പെരുമാറി, അത്തരം ഉള്ള മാന്യമായ വേർഡുകളല്ല ഉപയോഗിക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ തുണ്ട് പുസ്തകത്തിലുള്ള പോലത്തെ വളരെ വൾഗറായിട്ടുള്ള വേർഡ്സാണ്. ഒരിക്കലും ഒരു പെൺകുട്ടി എഴുതില്ല. എൻ്റെ ഫാമിലിയിൽ ആരും എഴുതില്ല, നിങ്ങളുടെ ഫാമിലിയിൽ എഴുതില്ല, എനിക്ക് പരിചയമുള്ള പെൺകുട്ടികൾ ആരും എഴുതില്ല. അത് ഉറപ്പല്ലേ? ഞാനും അത് വായിച്ചതിന് ശേഷമാണ് അനീഷുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇപ്പോൾ അതാ WWCCയിലുള്ള 1-2 പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് അതല്ല, അവരെന്നോട് വിളിച്ച സമയത്തെ വിളിച്ച സമയത്ത് തന്നെ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇത് ഫേക്ക് ആണെന്നുള്ളത് അറിയാം. അത് അതിൻ്റെ പിന്നിൽ പോകുന്നില്ല. പക്ഷേ കേസോ പ്രശ്നങ്ങളോ ആയിട്ട് ഒരാൾ പൊന്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ, സന്തോഷം, അവർക്ക് മനസ്സിലായല്ലോ എന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ വിളിച്ചപ്പോഴും അതന്നെയല്ലേ എന്നോട് നമ്മൾ സംസാരിച്ചപ്പോഴും അതല്ലേ പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു അങ്ങനെ അതിന് സിനിമയിൽ അങ്ങനെ ഒഴിവാക്കപ്പെടുകയൊന്നുമില്ല അത്തരം കാര്യങ്ങൾ. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റ് അത് ക്യാൻസൽ. അത് എൻ്റെ സാമ്പത്തികപരമായിട്ട് എനിക്ക്, കാരണം കുട്ടികളും ഈ പറഞ്ഞ പോലെ ലോണും കോവിഡ് വന്നപ്പോൾ നമ്മൾ ഭയങ്കര ലോക്കായി പോയി. ഗോൾഡൊക്കെ കൊടുത്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു വലിയ തടസ്സമായി. അത് മാത്രം അതിനു വേണ്ടി മാത്രം ഉണ്ടായൊരു
സാധനം അത്. അതെ അതെ. ഒന്ന് വീണ് ഇങ്ങനെ ഒന്ന് ഇരുന്ന് പോയപ്പോൾ നമ്മളൊന്ന് കൈ പിടിക്കാൻ ഒത്തിരി ആളുകളുണ്ടാവും. നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റിയ ഒരു സിനിമാ മേഖല എന്നുള്ളൊരു കൈ പിടിച്ച അല്ല ഈ ഇരുന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. അതിന് കുറച്ചെന്തൊരു ഒരു അവസരം ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. അതായത് ഗ്യാപ്പ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 6 മാസത്തെ ഗ്യാപ്പാണ് എനിക്ക് മോമോയും ശേഷം മൈക്കിളും തമ്മിലുള്ളത്. ശേഷം മൈക്കിൾ റിലീസായിട്ട് 3 മാസമാണല്ലോ. ഇത്രേ ഉള്ളൂ ശരിക്ക്. പക്ഷെ നമ്മൾ മറ്റത് എന്താണെന്ന് വെച്ചാൽ ഈ 2018, 19, 20 കാലഘട്ടങ്ങളിലൊക്കെ അടുപ്പിച്ച് പടങ്ങളായിരുന്നു. ബാക്ക് ടു ബാക്ക് വലിയ വലിയ പടങ്ങളും ആയിരുന്നു. അപ്പോൾ അതിനുശേഷം കോവിഡ് 2 കൊല്ലം പടങ്ങളില്ലാതെ തിയേറ്ററിൽ വന്നു. അതുമുതലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്യാപ്പ് വന്നത്. അത് കോവിഡ് വന്നത് മുതൽ സിനിമകളില്ലാതിരിക്കുകയും പിന്നെ സിനിമയുടെ തള്ളിക്കയറ്റം വന്ന സമയത്ത് എനിക്ക് സിനിമകൾ കുറയുകയും ചെയ്തൊരു സാഹചര്യം വന്നു. അതിലാകെ ഞാൻ 2 പടം ചെയ്തിട്ടുള്ളൂ. അതാണ് പ്രശ്നം വന്നത്. ആ ഒരു വിഷയം. ഈ അനീഷിന് ഒരു ഫുൾ സപ്പോർട്ട് എന്ന് പറയാൻ, ഫാമിലി കഴിഞ്ഞിട്ട് ഒരു ഫുൾ സപ്പോർട്ട് എന്ന് പറയാൻ സിനിമാ മേഖലയിൽ ഒരാളുടെ പേര് പറഞ്ഞാൽ ആരാ പറയാൻ പറ്റും? സക്രിയ ഉണ്ട്, പിന്നെ ബാദ്ഷാ മുഹമ്മദ് ഉണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ റമീസ് പിന്നെ നല്ല ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഋഷിക്ക് ഇപ്പോൾ സിനിമ ഇപ്പോൾ കുറച്ചായി ഋഷി ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഋഷി അങ്ങനത്തെ നല്ല ആൾക്കാരുണ്ട്. പിന്നെ മോസിൻ, ഇപ്പോൾ തല്ലുമാല എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. തല്ലുമാല എനിക്ക് കോൾ വന്നതായിരുന്നു. പിന്നെ മോസിൻ അല്ല, ഡയറക്ടർ ഖാലിദാണല്ലോ. അപ്പോൾ റഹ്മാന്റെ പടത്തിൽ അടുത്ത പടത്തിൽ ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ഞാൻ. തുടങ്ങുകയാണ് അടുത്തല്ല, സോറി, അടുത്ത പടത്തിൽ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അതൊരു ഏജ്, അങ്ങനത്തെ ഏജ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല. അത് കഴിഞ്ഞ് മോസിന്റെ റഹ്മാന്റെ കൂടെ ഒരു വലിയ പടം അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അതിലൊക്കെ എന്തായാലും മോസിനൊക്കെ ഭയങ്കര എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അങ്ങനത്തെ ടീമൊക്കെ നല്ല സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവങ്ങൾ ഇതൊക്കെയാണ് അല്ലേ? ഈ സിനിമ എന്നത് പറയുന്നത് വലിയൊരു കടലാണ് അല്ലേ? നമ്മളില്ലെങ്കിൽ അടുത്ത ആള് ഈ അവസരങ്ങൾ ചോദിക്കുകയല്ലാതെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പിന്നെ ഇപ്പൊ ഇതൊക്കെ വന്നത് ഇപ്പൊ നമ്മളിരിക്കുന്ന ലൊക്കേഷൻ ആണെങ്കിലും, ഇപ്പൊ കഴിഞ്ഞ പടമാണെങ്കിലും, ഇപ്പൊ ഞാൻ ഇപ്പൊ ലാസ്റ്റ് വന്നത് ഇപ്പൊ ബാസി നായകനായിക്കൊണ്ടുള്ള ഒരു പടമാണ്. അതാണെങ്കിലും അതിന് മുമ്പ് മെമ്മറി പ്ലസ് എന്ന് പറഞ്ഞിട്ട് വേറെ പടം അതിന് മുന്നേ ഒന്ന് ചെയ്തു. ഈ 3 പടം അടുപ്പിച്ച് ചെയ്ത് 3 പടം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കോളനിയാണ്. ഇതിന് മുമ്പും ഞാൻ പറഞ്ഞില്ല, ഏകദേശം ദൃശ്യം വരെയൊക്കെയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ളതൊക്കെ ഇങ്ങനെ വന്ന് എന്നെ വിളിച്ചു വരുത്തുന്നതന്നെ ക്യാരക്ടർ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന പരിപാടികളാണ്. ഒരു ഗ്യാങ് ആയിട്ട് നിന്നാൽ മാത്രമേ സിനിമ കിട്ടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല. പക്ഷെ അത് 100% സപ്പോർട്ട് ചെയ്യും. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അൽഫോൺസ് എന്നോട് പറഞ്ഞതാണ്. വേറെ ഒന്നല്ല, അൽഫോൺസാണ് ആദ്യം എന്നോട് പറഞ്ഞത്, എടാ നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ഈ ടീമിൽ തന്നെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ സാധനമില്ല. അപ്പോൾ വളരെ ജെന്യൂൻ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ട്. കാരണം ഇതിലുള്ള ആൾക്കാർക്ക് കൊടുക്കാനില്ല. അപ്പോൾ അതിൻ്റെ ഒരു വസ്തുതയാണ്. അത് സൗഹൃദം ഉണ്ടാകുമോ? കാരണം നിങ്ങൾ ഇപ്പോൾ എന്നോട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അടുത്ത പടത്തിൽ വരുമ്പോൾ ഇന്നർ ക്യാരക്ടർ അനീഷിനെ വിളിക്കാമെന്ന് പറയില്ലേ, ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഗ്യാങ്ങിൻ്റെ ഒരു ഗുണം. അല്ലാതെ പ്രത്യേകിച്ചും ഞാൻ രക്ഷപ്പെട്ടാൽ എൻ്റെ ഭാഷയും പ്രശ്നമല്ല, എൻ്റെ ഒന്നും പ്രശ്നമല്ല. കാരണം മറ്റത് ഇപ്പോൾ കൊച്ചിയിൽ ഒരു പടം എടുക്കുകയാണെങ്കിൽ പറയും ഒരു മലപ്പുറത്ത് നിന്നുള്ള അല്ലെങ്കിൽ കോഴിക്കോട് നിന്നുള്ള ആൾ വേണ്ട, അല്ലെങ്കിൽ കോഴിക്കോട് മലപ്പുറത്തുള്ളൊരു പടം എടുക്കുകയാണെങ്കിൽ പറയാം കൊച്ചി സ്ലാങ് ബുദ്ധിമുട്ടാണ്. സ്റ്റാർഡം ഉണ്ടെങ്കിൽ ഇതൊന്നും വിഷയമല്ലല്ലോ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ലേ ഏത് സ്ലാങ്ങും കൈകാര്യം ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പോൾ സൗബിൻ മറ്റേ സുഡാനി ചെയ്യണത് പക്ക മലപ്പുറം ഒന്നും അല്ലല്ലോ. നമുക്ക് മലപ്പുറം നമുക്കറിയാം. ഇപ്പോൾ ബാസി ഇപ്പോൾ കോഴിക്കോട് നിന്ന് പടം ചെയ്യുന്നു, ബാസി പറയുന്നത് കൊച്ചിയാണ്, ഒരു സംശയമില്ല അതിൽ. അപ്പോൾ അതിലിപ്പോൾ എൻ്റെ സാധനം അത് അങ്ങനത്തെ ഒന്നും ഇല്ല. അതൊക്കെ സ്റ്റാർഡത്തിനനുസരിച്ചാണ് മാറ്റലും മാറിയാലും ഒക്കെ, അത്രേ ഉള്ളൂ. വേണമെന്ന് നമ്മൾ വിചാരിച്ചത് പലതും നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ആ നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ എന്താണ് ചെയ്യുക സാധാരണ? അല്ല, നമുക്ക് കൊതി തോന്നുന്നില്ല. ഇപ്പോൾ ഒരാളിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു സാധനം കാണുമ്പോൾ ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അത് എനിക്ക് മാത്രമല്ല എല്ലാ മറ്റേ ആർട്ടിസ്റ്റിനും ഉണ്ടാവും. അതുപോലെയുള്ള സ്വാഭാവികമായിട്ട് നമുക്ക് അയ്യോ കിട്ടിയിരുന്നെങ്കിൽ ആ സാധനം വരും. സ്വാഭാവികമായിട്ട് നിരാശ വരും. നിരാശ അസൂയൊക്കെ സ്വാഭാവികമായിട്ട്. ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഒരു മാറ്റി നിർത്തൽ വല്ലതും? ഒരിക്കലും ഇതുവരല്ല. മുമ്പത്തെ കാലത്തുണ്ടായിരുന്നു. ആഫ്റ്റർ ദൃശ്യമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പുണ്ടായിരുന്നു അല്ലേ? അതിനു മുമ്പ് ഓഫ്കോഴ്സ് നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങിയതല്ലേ. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ അറിയാമല്ലോ, നമ്മൾ വേറെ ഫുഡ്, നമുക്ക് വേറെ സ്ഥലത്താണ് ഭക്ഷണം തരാം. വേറെ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു 100 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 സ്ഥലത്ത് ഫുഡ് വെക്കാതെ നടക്കില്ല സിനിമ. പല ആൾക്കാരും അത് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടാണ്, വേർതിരിവാണ്. ഒരിക്കലും വേർതിരിവല്ല. കാരണം നടക്കില്ല. ഈ 100 പേരെ ഇങ്ങനെ നിർത്തുന്നു, ഇപ്പത്ത് വേറെ കുറേ ആൾക്കാർ വളരെ ആക്റ്റീവായിട്ട് അടുത്ത ഷോട്ടിന് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. സ്വാഭാവികമായിട്ട് അവർക്കല്ലേ മുൻഗണന കൊടുക്കുക. സിനിമ അങ്ങനെയല്ല, സിനിമ അങ്ങനെ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു കാറ്റഗറിയും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ. ദൃശ്യത്തിന് ശേഷം അത്ര ഒരു അനുഭവം ഇന്ന് വരെ ഒരിക്കലും. ദൃശ്യത്തിന് ശേഷം ഞാൻ പറഞ്ഞ ഈ ഒരു ഫ്ലാറ്റ് പോയ അനുഭവം ഒട്ടുമില്ല, ഒരു സാധനവും. എല്ലാ സ്ഥലത്തും അത് എന്ത് സന്തോഷമാണ്. എനിക്ക് മമ്മൂക്കാട് എടുത്തപ്പോൾ എനിക്ക് മമ്മൂക്കാടെ ക്യാരവാനിൽ കയറി പോവാം, ലാലേട്ടൻ്റെ ക്യാരവാനിൽ കയറി പോവാം. അപ്പോൾ അത്തരം സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നതല്ലേ. അത്രയും ആ സമയങ്ങളിലാണ് നമുക്ക് ഈ മാറ്റി നിർത്തുമ്പോഴുള്ള സങ്കടം വരിക. ഈ അനുഭവമൊക്കെ അതിൻ്റെ ഇടയിലാണ്.
ദൃശ്യത്തിന് ശേഷം ലാലേട്ടനായിട്ട് ഞാൻ നല്ല സൗഹൃദം. ലാലേട്ടൻ്റെ കൂടെ നമ്മൾ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ആ ഒരു സന്തോഷം വന്നിട്ട് നമ്മൾ നേരെ പോണത് ഈ ഫ്ലാറ്റിലേക്കാണ്. അപ്പം ഉണ്ടാവുന്ന ഒരു അടി, അതാണ് പ്രശ്നം. ആ ഒരു അടിയാണ് നല്ല അടി. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കയ്യിൽ അവിടെ ഒരു ചെറിയ അടി കിട്ടുന്ന പോലെ തലക്കടി കിട്ടിയാലേ അതുള്ളൂ സാധനം. അത് വലിയ അടി. സങ്കടങ്ങളും അനുഭവങ്ങളും ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ആരോടാണ്? ഇപ്പോൾ സ്വാഭാവികമായിട്ട് വൈഫാണ്. ബട്ട് ഫ്രണ്ട്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഞാൻ കൂടുതൽ സത്യം പറയല്ലോ, ഞാൻ വൈഫിനെ അറിയിക്കില്ല, ഫാമിലി അറിയിക്കില്ല, കൂട്ടുകാരെ അറിയിക്കില്ല. ഉള്ളിലാണ് കൂടുതലും. കാരണം എന്താ വെച്ചാൽ എനിക്കതൊരു കാരണം എൻ്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട്, പണ്ടത്തെ ഒരു സംഭവം. അത് ഇപ്പോഴും ആ ഒരു സാധനമുണ്ട്. കാരണം അത് തകരുമ്പോൾ നമുക്കൊരു ഫീലാണ്. അപ്പം അതുകൊണ്ട് ഞാനത് ഉള്ളിൽ നമ്മളിരിക്കും, നമ്മൾ നോക്കും, നമ്മൾ ആലോചിക്കും, നമ്മളെ കഴിഞ്ഞു. അനീഷിന്റെ വിഷമം വൈഫ് തിരിച്ചറിയും 100%. വൈഫ് 100%. അപ്പോൾ വൈഫ് എന്ത് പറയും? അപ്പോഴും ശരിയാവും. നമുക്ക് അങ്ങനത്തെ ഭയങ്കര പോസിറ്റീവ് തന്നെ, വൻ പോസിറ്റീവ് വൈബാണ് ആൾക്ക് ഇപ്പോഴും. നമ്മൾ അടുത്ത ലെവലിലേക്ക് വളരെ പെട്ടെന്ന് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇതുവരെ. കാരണം നമ്മൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട്, ഒരുപാട് ഭീകരമായിട്ടുള്ള അവസ്ഥകൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തും അവൾക്ക് നല്ല ധൈര്യമാണ്. നമ്മളൊക്കെ ഓരോ 6 മാസത്തിന്റെ പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 6 മാസത്തിനുള്ളിൽ നല്ലൊരു സാധനം കിട്ടും. ഒരു സാധനത്തിന്റെ ആവശ്യമുള്ളൂ എനിക്കറിയാം. ഒരു നല്ലൊരു ഗ്രിപ്പ്, ഒരു പടം. ഇപ്പം മോമോ ഹിറ്റായിരുന്നെങ്കിൽ എൻ്റെ കളർ മാറും. അത്രേ ഉള്ളൂ സാധനം, അത്രേ ഉള്ളൂ സിനിമ പരിപാടി. ഒരു 3 പടം ഒരാളുടെ നല്ല പടമായിരുന്നു, നല്ല പടമായിരുന്നു. പക്ഷെ ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പൊ ഇല്ല. അങ്ങനത്തെ ഒരു വർത്തിന് സാധ്യതകളില്ല. അല്ലാതെ ഇവിടെ അങ്ങനെ വലിയ ഇതൊന്നും ആരപ്പോ മറ്റേ പറഞ്ഞ പോലെ വലിയ സൂപ്പർ താരപടങ്ങൾ മാത്രമൊന്നുമല്ലല്ലോ ഇവിടെ വിജയിക്കുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുത്താൽ ഏത് പുതിയ ആളുടെ പടവും വർക്കാണ്, ഏത് ഫേസിന്റെ പടവും വർക്കാണ്. ഇപ്പൊ പ്രേമലു ലേറ്റസ്റ്റ് നല്ല അഭിപ്രായത്തിൽ പോകുന്നുണ്ട്. ഭയങ്കര സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ലല്ലോ, അതിഗംഭീരമായിട്ട്. നെസ്ലൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്, അത് എടുത്ത് പറയാൻ കാരണം. നല്ല സിനിമ, നല്ല കളക്ഷൻ. ഗിരീഷ് സിനിമ നല്ലതാണെങ്കിൽ ആർട്ടിസ്റ്റും പ്രശ്നമല്ല, ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് ഇപ്പൊ സെഡ്ജി ജനറേഷനാണ്. അവരുടെ ഒരു ടേസ്റ്റ് ഓഫ് പരിപാടി വേറെയായി ആഫ്റ്റർ കോവിഡ്, അത് ആഫ്റ്റർ ബാഹുബലിക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർക്ക് ഒന്നെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് വേണം, അവിടെ നല്ല പ്രണയം, നല്ല കോമഡി, നല്ല പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ത്രില്ലർ ആയിരിക്കണം, നല്ല ത്രില്ലർ ആയിരിക്കണം. ഈ 3 സാധനം വർക്കാണ്. ബാക്കി ഈ ഫീൽ ഗുഡ് പരിപാടികൾ ഇപ്പോൾ തിയേറ്ററിൽ വർക്കല്ല. അതുകൊണ്ടാണ് മോമ വീണത്. ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞു, എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം. നമുക്ക് സ്വന്തമായിട്ട് പലതും ഉള്ളത് വരെ ചിലപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത്തരം ഒരു അവസ്ഥ എങ്ങനെ തരണം ചെയ്തു? ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ ഭയങ്കരമായ ഇതിൽ വരും. കാരണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. സാമ്പത്തികം വരുമ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഞാൻ ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് ഫീൽഡിൽ എത്തിയത്. അങ്ങനെ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ കാരവാനിൽ പോയിരിക്കുകയോ അല്ലെങ്കിൽ ഡയറക്ഷൻ ആ സൈഡ് തന്നെ നോക്കും. എനിക്ക് ഇഷ്ടമാണ് പരിപാടി. ഞാൻ കാരണം ചിൽഡ്രൻസ് തിയേറ്ററിലാണ് വന്നത്. 16 കൊല്ലത്തോളം കുട്ടികളുടെ നാടകങ്ങൾ ഞാൻ ചെയ്തു. സ്റ്റേറ്റിൽ സ്ഥിരമായിട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഈ വലിയ ഡയറക്ടേഴ്സ് ഇപ്പോൾ അൻവർ റഷീദ് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും, അമ്പക്ക് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും കുട്ടികളുടെ നാടകങ്ങൾ ചെയ്ത ആൾക്കാരാണ് വലിയ. അപ്പോൾ കുട്ടികളുടെ നാടകം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുഞ്ഞു സിനിമയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഫ്യൂച്ചറിലെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. എൻ്റെ വലിയൊരു ആക്ടർ ആവണം, ഒരു സൂപ്പർ താരമാവണമെന്നല്ല, എൻ്റെ നല്ലൊരു ഡയറക്ടർ ആവണം. അതാണ് എൻ്റെ എപ്പോഴുള്ള ആഗ്രഹം. അപ്പോൾ അതിനുള്ള ഒരു ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ക്രിപ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇൻ്റർവെൽ പഞ്ചൊക്കെ ലോക്ക് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും പോകുന്നുണ്ട് ആ ഒരു ഏരിയ. അല്ല, നമ്മൾ പറഞ്ഞു വെച്ചാൽ നമുക്കുണ്ടായിരുന്ന പോലെ നഷ്ടപ്പെടുന്ന ഒരു സാമ്പത്തിക ക്രൈസിസ് അതെങ്ങനെ തരണം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തരണം ചെയ്തെന്ന് പറഞ്ഞാൽ. സത്യമായിട്ടും ഗോൾഡ് ഉണ്ടായിരുന്നു കുറേ, മറ്റേ സത്യമായിട്ടും. കാരണം അത് വലിയൊരു സപ്പോർട്ടായിരുന്നു ഗോൾഡ്. കാരണം അവരെ അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മുഴുവനൊന്നും കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്. അത് കൊടുക്കേണ്ടി വന്നു പലപ്പോഴും പല സാഹചര്യങ്ങളിലും. കാരണം ലോൺകാരങ്ങനെ ബാങ്കൊന്നും മാറ്റി നിർത്തൂലല്ലോ. അതൊക്കെ കോവിഡും പ്രശ്നമില്ല. കുറച്ച് കാലം നമുക്ക് അങ്ങനെ കിട്ടിയിരുന്നു കേട്ടോ. എനിക്ക് ഇരട്ടി പലിശ എനിക്ക് 80 രൂപയോളം ലോൺ ഉണ്ടായിരുന്നേ ആ സമയത്ത്. 80 രൂപ മാസം ലോൺ മാത്രം പോയിരുന്നു. അറിഞ്ഞതുപോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അത്രയും സിനിമകളും പരിപാടി ഈസിക്ക് എങ്ങനെ പോയിരുന്നു. എനിക്ക് മാത്രമല്ല, എനിക്ക് വൈഫിനും കൂടെ. അപ്പോൾ ഇപ്പോൾ അത് കുറച്ചു. ഞാൻ കിട്ടുന്നതൊക്കെ അങ്ങനെ അടച്ചത് കുറച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ സമയത്താണ് ഞാൻ ശരിക്കും ലോക്കത്. 80 രൂപ ഒരു വർക്കും ഇല്ലാതെ. ഞാനും എൻ്റെ ഫീൽഡും ഇതാണ്. വൈഫും ഇതേപോലെ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ തന്നെയാണ്. അവളൊരു സ്കൂൾ റൺ ചെയ്യുന്നുണ്ട്, ഡാൻസ് സ്കൂൾ. പിന്നെ ഇവൻസും ഉണ്ട്. ഇപ്പോൾ സിത്താരുടെ പ്രോഗ്രാം അവിടെ ബാംഗ്ലൂർ ഉണ്ട്. അതെ, അത് അവളാണ് ചെയ്തത്. അപ്പോൾ അവളുടെയും ബ്ലോക്കായി, എൻ്റെയും ബ്ലോക്കായി. കുട്ടി നല്ല പണിയാണ്. ബാംഗ്ലൂരാണോ? ബാംഗ്ലൂരും എറണാകുളത്ത് കടവന്ത്രയാണ്. ബാംഗ്ലൂരാണ് ഇപ്പോൾ. കാരണം രണ്ടും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ എറണാകുളത്തെ വീട് കട്ട് ചെയ്തു. ഞാൻ ഫാമിലിയും കൂടെ ഉള്ളത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. മറ്റേത് അവിടെ ബാംഗ്ലൂരാണ് ഇപ്പോൾ അവർ ഫാമിലിയൊക്കെ അവിടെ.
അപ്പോൾ അനീഷ, എനിക്ക് ഒത്തിരി സന്തോഷം. ഇനി ഒത്തിരി സിനിമകൾ ചെയ്യണം. നമ്മൾ ഇങ്ങനെ ഇരുന്നൊന്ന് ഓപ്പണായിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മളൊരു സിനിമയുടെ ഭാഗമായിട്ടൊക്കെ. പക്ഷെ ലൊക്കേഷൻ നിങ്ങളെ പിന്നെ എത്ര കൊല്ലങ്ങളായിട്ട് നമ്മൾ പരിചയം, എത്ര വർഷമായി. അതെ, നമ്മൾ ഒത്തിരി വർഷം മുമ്പ് എനിക്ക് ഇന്ത്യ വേഷൻ ജോലിയാണ് കാലം ആ സമയം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്ക് അനീഷിനെ ഇന്നലെ കണ്ടപ്പോൾ തന്നെ അനീഷുമായിട്ടൊന്ന് ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. സന്തോഷം. നിങ്ങള് മറ്റേ എന്റർടൈൻമെന്റ് ഇന്റർവ്യൂവിൽ നിന്ന് മാറിയ കുറച്ച് ഷോക ഇന്റർവ്യൂ ആയി പോയെന്ന് മാത്രം. അല്ല, നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിങ്ങൾ കുത്തിയെടുക്കാൻ ഭയങ്കര മിടുക്കനാണല്ലോ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളല്ല. പ്രേക്ഷകർക്കും ഇത് നമ്മളൊരു സിനിമയുടെ പ്രൊമോഷൻ ഇരിക്കുമ്പോൾ സിനിമയിലായിട്ടും. അതെ, പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഓഡിയൻസും ഇത് പറഞ്ഞാൽ എല്ലാവരിലും ഒരു മനുഷ്യനുണ്ട്, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. എല്ലാവരും ഒരു ഏറ്റവും കൂടുതൽ 80% അങ്ങനത്തെ ആൾക്കാരല്ലേ. അവർക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ അവസ്ഥകൾ കണക്ട് ആവും 100%. അവർക്ക് പറയാനുള്ള അവസരം ഉണ്ടാകുന്നില്ല. അതെ. ഇപ്പൊ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ പുതിയ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇത്തരം അനുഭവങ്ങളൊക്കെ കടന്നു പോകും, ഇത്തരം സാഹചര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ലൈഫിൽ ഉണ്ടാവും. ആ സാഹചര്യങ്ങളെ കൂളായിട്ട് തരണം ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിനേക്കാൾ അപ്പുറത്തെ അനുഭവങ്ങൾ ഉണ്ടായ ആൾക്കാരാണ് നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ. പണ്ട് നമുക്ക് കോടമ്പക്കത്ത് വെള്ളം കുടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മളെത്തിയപ്പോൾ നമുക്ക് ഈ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അടുത്ത ജനറേഷൻ ഇത്ര പോലും ഉണ്ടാവില്ലായിരിക്കാം. ചിലപ്പോൾ പല സാഹചര്യത്തിനും വളരെ മോശമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. എടുത്ത് പോവന്നെ കൂളായിട്ട്. നമുക്ക് ജയിച്ചല്ലേ പറ്റൂ, നമുക്ക് ജീവിക്കണ്ടേ, ഇത്രേ ഉള്ളൂ സാധനം. ആ ഒരു കണക്കൂട്ടിൽ വേണം. അത് വേണം 100%. ആ ഉണ്ടെങ്കിൽ മാത്രം വർക്കൗൾ ഈ ഫീൽഡിൽ വന്നാൽ മതി. ഈ ഫീൽഡ് അങ്ങനെയൊക്കെയാണ്. ഇവിടെ കുറേ കോംപ്ലക്സുകളുള്ള ആൾക്കാരുണ്ട്, ഈഗോയിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറേ അനുഭവിക്കേണ്ടി വരും. നിൽക്കാൻ പറ്റിയാൽ വരാം. ഫാമിലിയൊക്കെ വരുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക്. അല്ലെങ്കിൽ എനിക്ക് ഈ അല്ലിവല്ലി ഈ വിഷയമേ അല്ല. ഇപ്പോൾ ആ ഡയറക്ടറിൽ നിന്ന് അനുഭവമാണെങ്കിലും മറ്റേ അടുത്താണെങ്കിലും ഈ സിനിമ 1-2 സിനിമ കുറഞ്ഞാലോ ഇതൊന്നും വിഷയമേ അല്ല നമുക്ക്. നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഫാമിലി വരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അവരും കൂടെ സംരക്ഷിക്കണമല്ലോ. അപ്പോൾ നമുക്ക് സിനിമകൾ ഉണ്ടായാലേ പറ്റൂ. അതുകൊണ്ടാണ് സാധനം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പടങ്ങൾ ഇപ്പോൾ എടുക്കുന്നത്. താല്പര്യമില്ലാത്ത സിനിമകളും എടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ സിനിമ ചിലപ്പോൾ വർക്കാവില്ലായിരിക്കും, അല്ലെങ്കിൽ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ പൈസ വേണ്ട. ഇത് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് അങ്ങനത്തെ പടം ചെയ്യുന്നത്, മറ്റേ ഓരോ പടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തിനാണ് ആ പടമൊക്കെ ചെയ്തത്. പൈസ വേണ്ടേക്കാ, മുന്നോട്ട് പോകണ്ടേ, ജീവിക്കണ്ടേ. ഒരു കടയിൽ പോയിട്ട് ഞാൻ ആക്ടറാണ് അനീഷ് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് തരൂലല്ലോ, സാധനം തരൂലല്ലോ. അതിന് ഇതന്നെ മോനെ ഡൈപ്പർ വാങ്ങണം, മറ്റേ മിൽക്ക് പൗഡർ വാങ്ങണം. ഇത് മുതൽ ഞാൻ പറഞ്ഞ ഇത് ഏറ്റവും അടിസ്ഥാന സാധനമാണ്. അത് മുതൽ ലോണ് കെട്ടുന്നത് വരെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. ആരും ഈ ഉപദേശിക്കുന്ന ആരും വന്നിട്ട് നമുക്ക് തരില്ല. ഒരുപാട് പേരുണ്ടാവും. ഞാൻ അതേപോലെ എൻ്റെ വളരെ അടുത്ത ഒരു അമ്മാവൻ എന്നോട് ചോദിച്ചു, പിന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ലല്ലോ. ഇല്ല. ഒരാൾ എന്നോട് ചോദിച്ചു, പിന്നെ എടാ എന്താ എൻ്റെ കൂടെ വന്നതല്ലേ മറ്റേ നിവിൻ അല്ലെങ്കിൽ മറ്റേ അവരൊക്കെ വേറെ ലെവലിൽ. ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങളുടെ കൂടെ പഠിച്ച് വളർന്ന ആളല്ലേ ഇപ്പോൾ വി കെ അഷ്റഫ്ക്ക ഇപ്പം എവിടെ നിൽക്കണത്? VK ഗ്രൂപ്പിൻ്റെ അതായത് ഏറ്റവും വലിയ തലപ്പത്ത് നിൽക്കുന്ന ആളാണ്. എത്ര കോടികൾ, എണ്ണിയ തീരാത്ത കോടികളാണ്. നിങ്ങളിപ്പോഴും ഇവിടെ ഈ ചെറിയ മലർക്കച്ചവടം പരിപാടിയല്ലേ നടക്കുന്നത്. അതാണ് സാധനം. അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അവരുടെ അവസ്ഥ അറിഞ്ഞിട്ടല്ല പറയുന്നത്. മറ്റവൻ്റെ ജീവിതത്തിലേക്കുള്ള നോട്ടവും മറ്റവൻ്റെ ജീവിതത്തിലേക്കുള്ള പരിപാടികളുമാണ്. നിൽക്കുകയില്ല, ഒരിക്കലും നിൽക്കില്ല. 100%. നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക. അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്നുള്ളൂ. ഈ ഒരു കൂട്ടുകെട്ടുണ്ടോ നിങ്ങൾ സിനിമയിൽ? ഒരു കൂട്ടുകെട്ടുണ്ടോ വന്ന കാലം തൊട്ട്? ഈ പറഞ്ഞ പോലെ കുറേ ആർട്ടിസ്റ്റുകൾ, ആ കൂട്ടുകെട്ടൊക്കെ നിലനിന്ന് പോകുന്നുണ്ടോ? അല്ല, സിനിമയിൽ എന്താണെന്ന് വെച്ചാൽ ആ ലൊക്കേഷനിലുള്ളപ്പോൾ ഭയങ്കര സൗഹൃദം ആയിരിക്കും, ഭയങ്കര കമ്പനി ആയിരിക്കും. നമ്മൾ അവരുടെ റൂമിലാണെങ്കിലും ക്യാരവാനിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും അപ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ അവരുടെ കൂടെ വളരെ ആക്റ്റീവ് ആയിരിക്കും. ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കും. കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ തിരക്കുകളും പരിപാടിയായിട്ട് പോകുമല്ലോ, നമുക്ക് നമ്മുടേതായ പരിപാടിയായിട്ട് പോകും. ഫോൺ കോൺടാക്ട്സ് ഒന്നും വളരെ റയറായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ളൂ. വളരെ റയറാണ്. അതൊന്നുമില്ല. അങ്ങനത്തെ പരിപാടികൾ പൊതുവെ എനിക്ക് തോന്നുന്നു സിനിമയിൽ അങ്ങനെ ആരും തമ്മിലും ഇല്ല എന്ന് തോന്നുന്നു. അല്ല, അനീഷിനൊരു സിനിമ കുറയുന്നു, ആ സിനിമ ഇവരൊക്കെ നമ്മളെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പോലും തയ്യാറാകാറില്ല അല്ലേ? ഓർമ്മ ഉണ്ടാവില്ല കാരണം നമ്മൾ ഓർമ്മപ്പെടുത്തുക എന്നല്ലാതെ അവർക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. കാരണം വേറെ ഒന്നല്ല, കുറ്റമല്ലല്ലോ, നല്ല തിരക്കല്ലേ, പല ഓട്ടത്തിലല്ല എല്ലാവരും. അപ്പോൾ ആരും അങ്ങനെ ഓർക്കൊന്നുമില്ല അതിനെക്കുറിച്ചിട്ട്. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ പറയണം. നമുക്കൊരു സ്റ്റാൻഡ് വരണം. നമുക്കൊരാളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് വരെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. മറ്റത് പിന്നെ നമുക്ക് ചോദിക്കേണ്ട ആവശ്യം വരില്ല. അത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് വീണ്ടും. കാരണം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. മുമ്പ് ഞാൻ ചെയ്ത പരിപാടിയുടെ റിസൾട്ടായിരുന്നു എനിക്ക് 2020 വരെ കിട്ടിയിരുന്നത്. ആ 3 കൊല്ലം 20, 21, 22 3 കൊല്ലം ശരിക്കും പറയാം, 3-4 അടുത്തെന്ന് പറയാം. ഇതിലാകെ ഞാൻ ചെയ്ത പടം 4 പടം ചെയ്തിട്ടുള്ളൂ. അതിൽ ഈ 2 പടമാണ് തിയേറ്ററിൽ ഇറങ്ങിയത്, 2 ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്കിപ്പോൾ ആരെയും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല എനിക്ക്. പക്ഷേ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത്
എനിക്ക് അവസരങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അത്രയുള്ള സംഭവം. ഇപ്പൊ മൊത്തം എത്ര സിനിമയായി? എങ്കിലും കുറച്ചായി അത് എന്തായാലും. അല്ല കുറെ ആയല്ലോ, എത്ര വർഷമായി? 2009 മറ്റോ അല്ലേ വരുന്നത്? 2010 മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ. അതിനു മുമ്പ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഡോക്ടർ പേഷ്യന്റ് പറഞ്ഞ പടം മുതൽ കുറച്ച് പടങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പേഷ്യന്റ് ആയിരുന്നു അതിൽ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ മുകേഷ് ഏട്ടനും മറ്റേ ജയേട്ടനും ജയസൂരി, അതാണ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സിനിമയിലേക്ക് വരുന്നത് അങ്ങനെയാണ്. മാള അരവിന്ദൻ ചേട്ടൻ, ജഗതി ചേട്ടൻ, അമ്പിളിച്ചേട്ടൻ്റെ ഒക്കെ കൂടെ. അത് കഴിഞ്ഞ് നുണക്കഥ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, നുണക്കഥ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ സംഭവിക്കുന്നതും. അതിന് മുമ്പ് KPSCയിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ. KPSCയിലെ നടനായിരുന്നു, നാടകമായിരുന്നു ബേസ്. ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ കൂടെ സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് പോയി. മിമിക്രികൾ, കുറേ മിമിക്രി ട്രൂപ്പുകളിൽ പോയി. അവസാനം ഇങ്ങനെ സിനിമയായിരുന്നു ലക്ഷ്യം. എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. എത്തിപ്പെടലല്ല സത്യം പറഞ്ഞ നിലനിൽക്കലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എത്തിപ്പെടാനൊക്കെ ഇപ്പം പ്രത്യേകിച്ച് സാഹചര്യങ്ങൾ കൂടുതലാണ് അന്നത്തെക്കാളും. ഇപ്പം എന്ന് വെച്ചാൽ സെലിബ്രിറ്റികളുടെ സാധനമല്ല ഇപ്പോൾ. എന്നിരുന്നാലും എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മാസ്ക് ഇട്ടാൽ ഈ കണ്ണ് കണ്ടിട്ട് ആൾക്കാർ തിരിച്ചറിയുമ്പോൾ നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് ചെറുതാണെങ്കിലും അത് ഉള്ളിൽ കയറിയതുകൊണ്ടാണെന്നുള്ള പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരു 1000 സെലിബ്രിറ്റികൾ, യൂട്യൂബിൽ ഒരു 1000 സെലിബ്രിറ്റികൾ, അങ്ങനത്തെ ലോകമാണ് ഇപ്പോൾ. കാരണം മറ്റേ ഇപ്പോൾ ടൊവിനോ വന്നാൽ അല്ലെങ്കിൽ ദുൽഖർ വന്നാലുള്ള ആൾക്കൂട്ടത്തിനേക്കാളും തൊപ്പി വന്നാൽ സംഭവിക്കുന്നുണ്ട്. വളാഞ്ചേരി ഇപ്പോൾ അങ്ങനെ എൻ്റെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ സെലിബ്രിറ്റികളുടെ മീൻസ് സിനിമയാണ് അൾട്ടിമേറ്റ് എല്ലാവരുടെയും ഡ്രീമും എല്ലാവരും ഏറ്റവും മുകളിൽ കാണുന്നു. എന്നിരുന്നാലും സെലിബ്രിറ്റികൾ ഇത്രയും നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ഒരു 3 കൊല്ലം ഗ്യാപ്പ് എടുത്താലും നമ്മുടെ മുഖം ആ കണ്ണ് കണ്ടിട്ട് അവർ മനസ്സിലാക്കുമ്പോൾ വൻ വൈബാണ്. അതും ഇവിടുന്നല്ല, ബാംഗ്ലൂരിൽ നിന്നൊക്കെ മലയാളീസാണ്. എന്നിരുന്നാലും അല്ല അത് വലിയൊരു ഭാഗ്യം. അതെ അത് ഈ പറഞ്ഞ പോലെ ഈ ഇവരുടെ മമ്മൂക്ക, ലാലേട്ടൻ പോലത്തെ ആൾക്കാരുടെ പടങ്ങളിൽ ചെയ്തത് കൊണ്ടാണ് 100%. ഞാനൊരു 100 പടം നായകനായി ചെയ്തിട്ട് പൊട്ടിയ പടങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ പടം സൂപ്പർ മെഗാ ഹിറ്റ് ആകുമ്പോൾ ഇപ്പോൾ ദൃശ്യമാണെങ്കിലും ഒടിയനാണെങ്കിലും പിന്നെ ലൂസിഫർ ആണെങ്കിലും വോട്ടോർ ഇങ്ങനത്തെ സിനിമകളൊക്കെ, ഇപ്പോൾ ഞാൻ പ്രകാശൻ ആ ഒരു സമയത്ത് അടാർ ലവ് അങ്ങനത്തെ കുറേ എല്ലാ പടങ്ങളും ഇങ്ങനെ കോടികളിലേക്ക് കയറിയ പടങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് റീച്ച് ഭയങ്കരമായിരിക്കും ആൾക്കാരുടെ ഇടയിൽ. ഏറ്റവും കൂടുതൽ അടാർ ലവ് ഭയങ്കരമായിട്ട് റീച്ച്, പിന്നെ ഭയങ്കരമായിട്ട് ആ സോങ്ങിലുണ്ടായതുകൊണ്ട് ആ സോങ് നേരെ കയറി എല്ലാ സ്ഥലത്തും. എനിക്ക് ഇൻസ്റ്റയിൽ ആകെ ഉണ്ടായിരുന്നത് 16,000 പേരായിരുന്നു ഇൻസ്റ്റയിൽ അതുവരെ ഉണ്ടായിരുന്നത്. ഞാൻ ഒട്ടും ആക്റ്റീവല്ല, ഇപ്പോഴും ആക്റ്റീവല്ല, അന്നും ആക്റ്റീവല്ല. അത് ക്രെഡിറ്റ് ആയിട്ട് പറയുന്നല്ല, മോശം പരിപാടിയാണെന്ന് എനിക്കറിയാം, ആക്റ്റീവ് ആവണം. പ്രിയ വാര്യർ കയറി ക്ലിക്കായില്ലേ പുരികം, അവൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഒറ്റ കാരണത്തിൽ എനിക്ക് ഒരു 40,000 30,000 എങ്ങാണ്ട് ഫോളോവേഴ്സ് കുട്ടക്കട്ട. ഞാൻ ഡെയിലി നോക്കുമ്പോൾ ഇങ്ങനെ വരും ബ്രോ, സാധനം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അവളുടെ ആ ഒരൊറ്റ സാധനം അത് അധ്യാപനമായിട്ടുണ്ടല്ലോ. ഉണ്ട്. അത് പുറത്ത് അന്ന് അവൾ ആകെ 3-4 പേരെ അവൾ ഫോളോ ചെയ്യുന്നുള്ളൂ. അതിലൊരാളായതുകൊണ്ട് ഈ സാധനം ഇങ്ങനെ. അപ്പൊ അവർ നോക്കുമല്ലോ പ്രൊഫൈല്, അവർ ആക്ടറാണ്. എന്താണ് ഹിന്ദിക്കാർ ഫുൾ ആ ഒരു ഏരിയ, നോർത്ത് ഈസ്റ്റ് നമ്മളെ അറിയ പോലും ഇല്ല. നമുക്ക് ഫോളോവേഴ്സ് കൂടി അത്രേ ഉള്ളൂ. ഇന്ത്യയിലും കൊള്ളാം, ഏതാനും കൊള്ളാം. അടാർലവും ഒരു നല്ല ബ്രേക്ക്. ഒമർ എന്നെ അങ്ങനത്തെ ഒരു സാധനം തന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒമർ അതൊരു ധൈര്യമാണ്. അതൊരാൾക്ക് അവന് പറ്റും, അവനെ കൊണ്ട് ചെയ്യിച്ചെടുക്കാം. അതല്ലേ ഒരു ഡയറക്ടറെ സീരിയസ്ലി കഴിവ്. കാരണം ചെയ്ത സാധനം ചെയ്യിപ്പിക്കാൻ എന്താ പണി. ഇപ്പോൾ മലയാളത്തിൽ ഏത് ആർട്ടിസ്റ്റാണ് മോശമുള്ള? എല്ലാ നടന്മാരും പെങ്ങൾ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഡയലോഗ് പറയാനും ബിഹേവ് ചെയ്യാനും ഒക്കെ അറിയുന്ന ആൾക്കാരാണ്. എക്സ്ട്രാ ഒരു സാധനം കൊടുത്തത് രക്ഷപ്പെടുത്തുന്നോ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നതാണ് ഒരു മാജിക്. അല്ല, ഉമറും അതിന്റെ ഒരു ധൈര്യം കാണിച്ച സിനിമയാണ് പിന്നെ പുതുമുഖങ്ങളെ വെച്ച്. അതെ. കാരണം പ്രിയ പുരികം പൊക്കുന്നത് വരെ അതത്ര എത്തിയിട്ടില്ലല്ലോ, റീച്ചിലല്ല. പക്ഷെ നേരെ മറിച്ച് ചങ്സ് മറ്റേ ഒക്കെ ഹിറ്റായിരുന്നു, നല്ല ഹിറ്റായിരുന്നു. അതുകൊണ്ട് ആ ബാക്കപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഹാപ്പി വെഡിങ് സിറ്റ് ആയിരുന്നു. ഉമറിന്റെ പടത്തിൽ ഒരു പടത്തിൽ അഭിനയിച്ചു. അമറിന്റെ ഒരു പടത്തിൽ. അമർ ശരിക്കും ചങ്സ് ഞങ്ങളെ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്. ഞാൻ ഇപ്പൊ ബാസി ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഗണപതി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് മാറിയിട്ടാണ് വേറെ കാസ്റ്റിലേക്ക് പോയത്. അത് പ്രൊഡക്ഷൻ പരിപാടികൾ തന്നെ. അതെന്തൊക്കെയോ അങ്ങനെ ആരെ 1-2 ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഒക്കെ മാറി അങ്ങനെ വന്നാണ് കണക്ഷൻ ഇല്ലേ? പിന്നെ നല്ല കണക്ഷൻ. ഞാൻ ചെയ്ത ഡയറക്ടേഴ്സിനിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്. അവരുടെ പടങ്ങളൊക്കെ വീണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതിൽ ഗ്യാപ്പ് വന്നു, മാർട്ടിൻ ചേട്ടൻ്റെ അടുത്ത് ഗ്യാപ്പ് വന്നു, മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ അടുത്ത്. അങ്ങനത്തെ 1-2 ആൾക്കാരുടെ അടുത്ത് ഗ്യാപ്പ് വന്നിട്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ പറഞ്ഞേ, ഓർമ്മ ഉണ്ടാവില്ല, ആരുടെയും കുറ്റമല്ല. 100 തിരക്കുകളും പ്രശ്നങ്ങളും അല്ലേക്കാ. അതിൻ്റെ ഇടയിൽ നമ്മളെ ഓർക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും സമയം ഉണ്ടാവില്ല. നമ്മളെ ഓർമ്മിപ്പിക്കണം, അത് നമ്മുടെ ആവശ്യം. അവിടെ ഞാൻ പരാജയപ്പെട്ടു കുറച്ച് ഇപ്പോൾ ലാസ്റ്റ്. അതൊരു പരാജയമായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. അതെ. ഇനിയുള്ളൊരു മുന്നോട്ടുള്ള യാത്ര. യെസ്. ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്,
നമ്മൾ പിന്നോട്ട് പോലെ നമ്മൾ മുന്നോട്ട് തന്നെ അതെ 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 തീർച്ചയായും 100%. നമ്മൾ അടിച്ചമർത്താൻ ഒത്തിരി പേരുണ്ടെങ്കിൽ പിന്നെന്താ വേറൊരു പോയിന്റ് പറഞ്ഞു, ഈഗോ ഉള്ള മേഖലയാണ്. പിന്നെ ഈഗോ ഉള്ള മേഖല മാത്രമല്ല, മത്സരം അതിഭീകരല്ലേ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ വാങ്ങുന്ന ഒരു സാലറി, ഞാൻ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ട് ഞാൻ വാങ്ങുന്ന ഒരു സാലറിയുടെ സാധാരണ ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ പോകുന്നതിൻ്റെ എത്രയോ മടങ്ങാണ് ഞാൻ വാങ്ങുന്നത്, സീരിയസ്ലി. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ്, നല്ല ഹോട്ടൽസ്, സ്വാഭാവികമായിട്ടും പൊളിറ്റീഷ്യൻസിനും സിനിമാ മേഖലയിലുള്ളവർക്കും അവിടെ രണ്ടിൻ്റെ ഇടയിൽ ഭയങ്കര മത്സരമായിരിക്കും. കാരണം ഇത് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്, ഫേമസ് ആവാൻ പറ്റുന്നതാണ്, നമ്മളെ ഡ്രീമാണ്, ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് മത്സരവും കൂടും സ്വാഭാവികമായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് മത്സരം കൂടും. ഈ പറഞ്ഞ പോലെ ഈഗോയിസ്റ്റുകൾ വേറെ കുറേ പുറത്തുണ്ടാവും, ചവിട്ടാൻ നിൽക്കുന്നവരുണ്ടാവും. ഞാൻ വലിയ ആളായിട്ടല്ല, അല്ലെങ്കിലും ചവിട്ടാനുള്ള ആൾക്കാരുണ്ടാവും. അത്തരത്തിലൊരു ചവിട്ടാണ് നേരത്തെ പറഞ്ഞ മറ്റേ സാധനം. ഈ പൊളിറ്റിക്കലി മീൻസ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടുണ്ടായ ഒരു അനുഭവം, അത്രേ ഉള്ളൂ. അപ്പൊ ആ ചവിട്ടുകളൊക്കെ നടക്കട്ടെ, ചവിട്ടിൽ നിന്ന് പുറത്തെഴുന്നേറ്റ് തന്നെയാണ് നിൽക്കുന്നത്. ഇനിയും ഒത്തിരി നല്ല സിനിമകൾ വേണം. ഈ അനുഭവങ്ങളെല്ലാം പാഠമായിട്ട് കൊണ്ടു നടക്കുന്ന അനീഷിനോട് ഒത്തിരി നന്ദി. എന്തായാലും ഈ തിരക്കിന്റെ ഇടയ്ക്കും ഒരു സമയം അനുവദിച്ചതിന് നിങ്ങൾ വന്നതിലും സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു.